നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കൂടെ ഒന്ന് പോയിരിക്കുകയായിരുന്നു. അപ്പോ അതിൽ പലരും പറഞ്ഞിട്ടുള്ള ജനറൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാം. ഒരു പോയിന്റ് അബാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം എന്നുള്ളതാണ്. അബാറ്റ്, ABAT, അബാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം എന്ന് പറഞ്ഞവരുണ്ട്. ABAനെ കുറിച്ച് അറിയാം എന്ന് പറഞ്ഞവരുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയാൻ വന്നവരുണ്ട്. ഇതിനെ കുറിച്ച് അത്യാവശ്യം അറിയാൻ, ഇതിൽ കൂടുതൽ പ്രോസ്പെക്ട്സ് എന്താണെന്ന് അറിയണം എന്നുള്ളവരുണ്ട്. ഓൾറെഡി ഫീൽഡിലുള്ള മിനിമാമിനെ പോലെ ഉള്ളവർക്ക് ഇതെന്താണ്, മോർ അബൌട്ട് ABA ടെക്നിക്സിനെ കുറിച്ച് അറിയണം, അതിന്റെ എഫിക്കസിയെ കുറിച്ച് അറിയണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇതൊന്നും അല്ലാതെ ABA ടെക്നിക്സ് പഠിക്കണം എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ഞങ്ങൾ തരികയാണ്. ഇത് ഇൻട്രൊഡക്ഷൻ ടു ABA ആണ്, ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ആണ്. നമ്മൾ ഇതിനെ ഒരു 2 പാർട്ടായിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. I'll be solely dealing with the introduction part, where I'll be dealing with the theory. എന്താണ് ABA, ABയുടെ ഫണ്ടമെന്റൽ ഐഡിയാസ് എന്താണ്, അതിൽ വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ബിറ്റ്സ് ആൻഡ് പീസസ് നിങ്ങൾക്ക് ഒരു ഇൻട്രോ തരും. അറിയാത്ത കാര്യമല്ല, കാരണം നിങ്ങളിൽ മിക്കവരും പ്രൊഫഷണൽസ് ആണ്. സ്പീച്ച് പത്തോളജിസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, മിക്കവരും തന്നെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും ആണ്. അപ്പോ അതുകൊണ്ട് ബേസിക്സ് ആവും, ഇൻട്രൊഡക്ഷൻ ആണ് എന്നുള്ളതിന്റെ ആദ്യം മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ABA അബാറ്റിന്റെ ടെക്നിക്സിനെ ഒരു ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോണതാകും. അതിന്റെ ലിങ്ക് ഞാൻ ആക്ച്വലി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചിട്ട് ഷെയർ ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് ലിജി ചെയ്യുന്നുണ്ടാവുക അബാറ്റിന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ്, ഒരു അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ടെക്നീഷ്യൻ എങ്ങനെയാണ് ആവുക, അതിന്റെ എന്ത് കോഴ്സാണ് നിലവിലുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കോഴ്സ് ചെയ്യുക, കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് കോഴ്സ് പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ്, ബാക്കി അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും, ഇങ്ങനെ 2 സെഷനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ആർ വി റെഡി ടു ഗോ? എല്ലാം ഇന്ററാക്റ്റീവ് ആണെച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊരു തംസപ്പ് ഇട്ടാലും മതി. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഓക്കെ, താങ്ക് യു അലീന, താങ്ക് യു ജോബിൻ, താങ്ക് യു ഹിസാന. ഓക്കെ, അടിപൊളി. അപ്പോ നമുക്ക് തുടങ്ങാം. എനിക്ക് സ്ലൈഡ് ഒന്ന് കിട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ഐ ഗെസ് ജിംസൺ ഇസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. നിതിൻ, ആർ വി good on that? ഒരു മിനിറ്റ്, ഞാൻ ട്രൈ ചെയ്യണം. ഒറ്റ സെക്കൻഡ്. ഓൾറൈറ്റ്. എനിക്ക് തോന്നുന്നു നമുക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഇൻട്രോ ഒന്ന് തുടങ്ങാം. അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് കേൾക്കണത് എന്നുള്ളതിന് തുടങ്ങാം നമുക്ക്. ഒന്ന് എല്ലാവരും ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പറ്റുന്നവർക്ക് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അലീന ആദ്യമായിട്ട് എപ്പോഴാണ് അബാറ്റിനെ കുറിച്ച് അറിഞ്ഞത്? ഞാന് തെറപ്പി എടുത്ത് ഇപ്പൊ ഒരു 3-4 ഇയേഴ്സ് ആയിട്ടാണ് ABA കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത്. അതൊരു BT എന്നുള്ളത് കേട്ടു, പിന്നെയാണ് ABA. അപ്പൊ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ബിഹേവിയർ അതിന് റീഎൻഫോഴ്സ്മെന്റ് ചെയ്ത് ആ ബിഹേവിയറിനെ എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് എനിക്ക് ഇതിനെപ്പറ്റി ആകെ അറിയാവുന്ന കാര്യം. സൂപ്പർ, മതി, അത് തന്നെ ധാരാളം. അപ്പൊ ഫൗണ്ടേഷൻ. താങ്ക് യു അലീന പെട്ടെന്ന് മനസ്സിൽ വന്ന് ലിസ്റ്റിൽ കണ്ട ഒരു പേര് വിളിച്ചതാട്ടോ. ഇതേപോലെ വേറെ ആരെങ്കിലും? കവിത ഇതിലുണ്ടോ? കവിത ഇവിടെ ഉണ്ടെങ്കിൽ കവിതയ്ക്ക് അബാറ്റിന്. കവിത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഐ ഗെസ് ഷീ ഷുഡ് ബി ഹിയർ സംവെയർ. കവിത ഉണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ നിർത്തി തരൂ ജിൻസൺ. അപ്പൊ അലീന പറഞ്ഞതാണ് ബേസിക്കലി നമുക്ക് ഒരുവിധം ഉള്ള ഒരു പൊതുധാരണ എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് അബാറ്റിനെ കുറിച്ച് കേട്ടവരുണ്ടാവും. ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആവാൻ പുറത്തേക്ക് പോകണമെങ്കിൽ ഈ കോഴ്സ് ചെയ്താൽ ആണ് പറ്റുക എന്നുള്ളത് മനസ്സിലായവരും കേട്ടറിഞ്ഞവരും ഉണ്ടാവും. അല്ലാത്ത പക്ഷം ബിഹേവിയർ തെറാപ്പി, ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ബിഹേവിയർ തെറാപ്പി എന്താണ് എന്നുള്ളത് മാത്രം നമുക്ക് കൊളീഗ്സിന്റെ അടുത്തുനിന്ന് വന്നിട്ടുള്ള ധാരണയും ഉണ്ടാവാം. അപ്പോ എന്താണ് ABA എന്നുള്ളതിലേക്ക് വരാം. ABയുടെ ഫുൾ ഫോം ആസ് യു സീ ദേർ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്നുള്ളതാണ്. ആ വാക്ക് അല്ലെങ്കിൽ ആ 3 വാക്ക് ചേർന്ന് വരുമ്പോൾ എന്താണ് തെറാപ്പിക്ക്, എന്താണ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതെല്ലാം പതിയെ ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം. അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് മാത്രമാണോ ബിഹേവിയർ തെറാപ്പിയിലുള്ളത് എന്നുള്ളത് ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതും ഞാനൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്?
സെക്കൻഡ് സ്ലൈഡ്. നമുക്ക് ഇതിന്റെ ഒരു ഇത്തിരി ഹിസ്റ്ററി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇപ്പൊ അലീന പറഞ്ഞത് വളരെ റെലവെന്റ് ആണ്. അലീന പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു, ബിഹേവിയർ ചേഞ്ച് വരുത്താനാണെന്ന് പറഞ്ഞു, ഇതിനുള്ളൊരു ബിഹേവിയർ ടെക്നിക് ആണെന്ന് പറഞ്ഞു. സോ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ഒരു മോഡ് ഓഫ് ബിഹേവിയർ തെറാപ്പിയാണ്. ഇതിന്റെ ഒരു ചരിത്രം നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒരുവിധം ഈ ഫീൽഡിൽ ഉള്ളവർക്കും പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഇതിലെല്ലാം. സ്കിന്നറിനെ നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ. നമുക്ക് ബിഹേവിയർ തെറാപ്പിയിൽ ഒരു മനുഷ്യന്റെ ബിഹേവിയർ എങ്ങനെയാണ് മാറ്റം വരിക, അല്ലെങ്കിൽ ബിഹേവിയറിന്റെ ബേസിക്സ് എന്തൊക്കെയാണ് പഠിച്ചതിൽ ഏറ്റവും പ്രമുഖരായ ഒരാളാണ് സ്കിന്നർ എന്ന് പറയുന്നത്. എന്നാൽ ഇതില് 1959 നിങ്ങൾ നോക്കിയാൽ കാണാം, ചോംസ്കി, if I'm sure about I don't know if I'm right about the pronunciation, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെ എന്നെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നോം ചോംസ്കി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇദ്ദേഹം ലാംഗ്വേജിന്റെ പഠിത്തം, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭാഷ വികസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരുടെയും പക്ഷം എന്ന് പറയുന്നത് നമ്മൾ ജന്മനാ തന്നെ ഇന്നേറ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ജനിച്ചു വരുമ്പോൾ നമുക്ക് ഉള്ള എന്താ പറയാ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെയാണ്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ വാക്കുകളുടെയും കോൺസെപ്റ്റ് ആയിട്ടും ഒക്കെ തലയിൽ വരികയും പിന്നീട് അത് നമ്മൾ പരിസരത്തിനായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇതെങ്ങനെ പ്ലേസ് ചെയ്യണം, ഗ്രാമാറ്റിക്കലി എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ മനുഷ്യന് ഒരു ഇന്നേറ്റ് ആയിട്ടൊരു കഴിവുണ്ട് എന്നുള്ളതാണ് നോം ചോംസ്കിയും കൂട്ടരും പറഞ്ഞിട്ടുള്ളത്. സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിന് കൂടുതലും ഇദ്ദേഹത്തിന് പരിചയമുണ്ടാവും. എന്നാൽ അദ്ദേഹം ഒരു ക്രിട്ടിക് എഴുതി. അതാണ് 1959 സംഭവിച്ചത്. ചോംസ്കിയും സ്കിന്നറും തമ്മിൽ ഒരു ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായി. അതായത് സ്കിന്നർ പറയുന്നത് സംസാരം അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ ആണ് എന്നുള്ളതായിരുന്നു, വെർബൽ ബിഹേവിയർ ആണ് എന്നുള്ളത്. അതായത് വാക്കുകൾ ഉപയോഗിച്ച് അത് പെരുമാറ്റത്തിനോടും നമ്മളെ ചുറ്റുപാടിനോടും ബന്ധത്തിലുള്ള ഒരു സാധനമാണ്, നമ്മൾ അതിന്ന് പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സ്കിന്നർ പറഞ്ഞത്. അത് നമ്മുടെ ചോംസ്കിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വെർബൽ ബിഹേവിയറിന് ഒരു ക്രിട്ടിക് എഴുതിയത്. പക്ഷേ നമ്മൾ ഇങ്ങനെ തന്നെയാണല്ലോ, അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുക. അങ്ങനെ അതിനെക്കുറിച്ച് മൈക്കിളും എയിലനും ഒക്കെ പഠിച്ചു തുടങ്ങി. ലോവാസ് ആണ് ഈ ഡിസ്ക്രീറ്റ് ട്രയൽ ലേണിംഗ് അല്ലെങ്കിൽ ഒപ്പാരന്റ് കണ്ടീഷനിങ്, സ്കിന്നറിന്റെ കണ്ടീഷനിങ് മെത്തേഡ്സ് ഉപയോഗിച്ച് ഒരു ട്രെയിനിങ് എങ്ങനെ നടത്താം, ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം എന്നുള്ളത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയത്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മളുടെ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസിന്റെ തുടക്കമായിട്ട് വരുന്നത്. ജിൻസൺ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അടുത്തത് നിങ്ങൾക്ക് ആ ചരിത്രം നോക്കിയാൽ അറിയാം, അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് പെരുമാറ്റത്തിന്, ബിഹേവിയറിനെ ഇൻ ജനറൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് ആണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഡൗൺ സിൻഡ്രം തുടങ്ങിയ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഫലവത്തായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ 2 ഡിസബിലിറ്റികളിലും വർക്ക് ചെയ്യുന്നവരാണ് ABA കൂടുതലും ചൂസ് ചെയ്യാറുള്ളത്. അതിന് നമുക്ക് നല്ല റിസർച്ച് ബാക്കപ്പും ഉണ്ട്. അതായത് ABA യൂസ് ചെയ്ത് എഫിക്കസി നല്ലോണം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും അവസാനം 1998 കണ്ടാൽ അറിയാം മനുഷ്യനെ എങ്ങനെയാണ് ഭാഷ പഠിപ്പിക്കുന്നത് എന്നുള്ളത് പഠിപ്പിച്ചെടുക്കണ ഒരു രീതിയായിട്ട് ഇത് ഇവോൾവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഈ ABLLS എന്നൊക്കെ പറയുന്നത് അപ്ലൈഡ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു എന്താ പറയാ സ്കിൽ അക്വിസിഷൻ പാർട്ടിൽ വരുമ്പോൾ എടുക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി ABA മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം അധികം വേറെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ഉണ്ട്. ഈ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? ഒരുപാട് റിസർച്ച് ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരുപാട് സപ്പോർട്ടുള്ള ഒരു സംഭവമല്ലേ റിസർച്ച് ബേസിസ് ഉള്ളതാണ്. എവിഡൻസ് ആണ്. എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്രാക്ടീസ് ഇവോൾവ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണതും അല്ലെങ്കിൽ അതിൽ ഇംപ്രവൈസേഷൻസ് വെക്കുന്നതും. ഇപ്പൊ നമ്മൾ ബിഹേവിയർ തെറാപ്പി ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനോട് റെസ്പോണ്ട് ചെയ്യാം. ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കഴിഞ്ഞ ഒരു 2-3 കൊല്ലം വർക്ക് ചെയ്യണവരാണെങ്കിൽ, അല്ലെങ്കിൽ PG സൈക്കോളജി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാൻ പ്ലാൻ ചെയ്യണവരാണെങ്കിൽ, കുട്ടികളുടെ സെന്ററുകളിൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ
സെന്റർ ടു സെന്റർ ഒരേപോലെയാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. അലീന ചെയ്യാന്ന് പറയും. ഇനി അലീന കുറച്ചു നേരത്തിന് മിണ്ടരുത്, ബാക്കിയുള്ളവർ മിണ്ടട്ടെ. ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നണോ? അലീനയ്ക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ല എന്നുള്ളത് എനിക്ക് നല്ലോണം ഉറപ്പുണ്ട്. അലീന കുറച്ചു കാലമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരേപോലെയാണോ? തംസ് അപ്പ് ഓർ തംസ് ഡൗൺ ഇട്ടാൽ മതി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് ഒരേപോലെയാണോ? അതോ ഒരു സെന്റർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നോ, അഞ്ജു വാസ് ഓൾസോ നോ. ഇതിന്റെ കാരണം എന്താണ്? നമുക്ക് ഒരേപോലത്തെ ഗൈഡ് ലൈൻസ് ഇല്ല. അനുശ്രീ കറക്റ്റ് ആണ്. ദർ ഇസ് നോ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഫോർ ബിഹേവിയർ തെറാപ്പി. ഇപ്പൊ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിന് ലെറ്റ്സ് സേ AVT വർക്ക് ചെയ്യണമെങ്കിൽ, വോയിസ് മോഡുലേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റട്ടറിംഗിൽ വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ട്. ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലം മാറി പോകുമ്പോൾ മറ്റൊരു SLPക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവർ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാൻ സാധിക്കും. എന്നാൽ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിന് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ബിഹേവിയർ തെറാപ്പിക്ക് വരുമ്പോൾ കുട്ടികൾ കൂടുതൽ ഡ്രോപ്പ് ഔട്ട് വരുന്നതും. ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കുട്ടി ഭയങ്കര റാപ്പ് ഉണ്ടാവും, ആ തെറാപ്പിസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ബിഹേവിയർ തെറാപ്പി നടത്തും, അല്ലെങ്കിൽ അത് അത്ര എഫിക്കസി ഉണ്ടാവില്ല. PG സൈക്കോളജിയുടെ ബേസിക്സ് വെച്ചിട്ട് നമുക്ക് അറിയണ ടൂൾസ് വെച്ച് നമ്മൾ ഗുസ്തി ചെയ്യും, അതും എഫിക്കസി ഉണ്ടായിക്കൊള്ളുന്നില്ല. അവിടെയാണ് നമ്മളുടെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. എല്ലാവർക്കും എന്താ പറയുക, ബേസിക് ആയിട്ട് ഒരേ പ്രോട്ടോകോൾ, ഒരേ നിയമാവലി എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ഒരു ധാരണ ഉണ്ടാവും. ഇത് വരുമ്പോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണത് ഒരേപോലെയാവും. എല്ലാവരും ചെയ്യണത് ഒരേപോലെ ആകുമ്പോൾ എന്താണ് ഗുണം ഒരേപോലെ കിട്ടും. നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഗ്രൂപ്പ് ആണല്ലോ. ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ തന്നെ ഓരോ കുട്ടിയും ഓരോ പോലെയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ബിഹേവിയർ തെറാപ്പി ഒരേപോലെ ചെയ്യുക? നമ്മൾ ചെയ്യണ രീതിക്ക് നമുക്ക് സമാനത വരുത്താൻ പറ്റുള്ളൂ. കുട്ടിക്ക് അനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതും നമുക്ക് അത് വ്യക്തമായിട്ട് പഠിച്ചാലേ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഇതിനുള്ളൊരു ധാരണ തരാൻ ഒരു പരിധിവരെ അബാറ്റിന് സാധിക്കും. അല്ലെങ്കിൽ ABA പഠിച്ചാൽ നമുക്ക് നിലവിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് PG സൈക്കോളജി കഴിഞ്ഞ് ബിഹേവിയർ തെറാപ്പിക്ക് വരുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായും ഇതിന്റെ ബേസിക്സ് ഗുണം ചെയ്യും. അബാറ്റ് മാത്രമല്ല, ധാരാളം ടെക്നിക്സ് ഉണ്ട്. ഇപ്പൊ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്കിപ്പോ ഈ ഒരു ഗ്രൂപ്പിൽ മാത്രം ഉപയോഗിക്കാം. അതായത് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കുന്ന എവിഡൻസ് പ്രാക്ടീസസ് തന്നെ ധാരാളം ഉണ്ട്. ABA പോലെ തന്നെ നമുക്ക് ESDM എന്ന് പറയും, ഏർലി സ്റ്റാർട്ട് ഡെൻവർ മോഡൽ എന്ന് പറയുന്ന മോഡൽ ഉണ്ട്. പൈവോട്ടൽ റെസ്പോൺസ് ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നതുണ്ട്. ടീച്ച് ഉണ്ട്. ABA പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് തെറാപ്പി പ്രാക്ടീസസ് ആണ്. എന്നാൽ ABA കുറച്ച് കാലത്തെ പഴക്കം ഉണ്ടാവുകൊണ്ടും അതിൽ കൂടുതൽ ആൾക്കാരെ ട്രെയിൻഡ് ആയതുകൊണ്ടും കോമൺലി ഇന്റർനാഷണൽ ലെവലിലൊക്കെ കുറച്ചൊക്കെ ഉപയോഗിച്ച് വരുന്നത് ABA ആണ്. അതുകൊണ്ടാണ് പുറത്തേക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴും നമ്മുടെ PG സൈക്കോളജി ഗുസ്തി കൊണ്ട് കാര്യമില്ലെങ്കിലും അബാറ്റ് എടുത്താൽ കാര്യം ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ABA എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ എഫക്റ്റീവ് ആണ് ബിഹേവിയർ ചേഞ്ചിന്. എന്താ പറയുക, ഡൈവേഴ്സ് സെറ്റിംഗ്സിൽ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ എഫക്റ്റീവ് ആണ് എന്നുള്ളത് റിസർച്ച് ഡ്രിവൺ ആണ്. എന്നാൽ ഞാൻ ഇതൊരു അൾട്ടിമേറ്റം ആയിട്ട് പറയുന്നില്ല. ഒരു തെറാപ്പിയും ഐഡിയൽ അല്ല, അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. ABAക്കും ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ അതിന്റെ ക്രിട്ടിക്സും വേറെ സൈഡിൽ നടക്കുന്നുണ്ട്. അതൊന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് ഈ ESDM പോലത്തെ തെറാപ്പി ഇന്റർവെൻഷൻ മോഡൽസിനും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള വാദങ്ങളുണ്ട്. അതായത് കം ടു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത സ്ലൈഡ്. ഇപ്പൊ എന്താണ് ABA എന്നുള്ളതിന്റെ ഒരു ധാരണ ഉണ്ടായി, എന്തുകൊണ്ട് ABA എന്നുള്ളതും പറഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 3 കോർ കോൺസെപ്റ്റ്സ് ആണ്: അപ്ലൈഡ്, ബിഹേവിയർ, അനാലിറ്റിക്സ്. അപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിജി നമുക്ക് വരുന്ന ക്ലയൻസിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളോടും ഞാൻ അങ്ങനെ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിഹേവിയർ തെറാപ്പി എപ്പോ കൊടുക്കും ഒരു കുട്ടിക്ക്? ആദ്യക്ക് എന്ത് തോന്നുന്നു? ആദ്യം എന്റെ കുറെ കാലത്ത് ഒരു സുഹൃത്താണ്. ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു കേൾക്കാം. നെറ്റ് കുറവാന്ന് തോന്നുന്നത്. ഓക്കെ, ബിഹേവിയർ തെറാപ്പി നമ്മളൊരു കുട്ടിക്ക് എപ്പോഴാണ് റെഫർ ചെയ്യാം? കുട്ടിക്ക് നമ്മള് മുന്നിൽ വരുന്ന കുട്ടിക്കാണോ? നമ്മളിപ്പോ നമുക്ക് വരുന്ന ഒരു ക്ലയന്റിന് ബിഹേവിയർ തെറാപ്പി വേണം എന്നെങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യും?
നോർമൽ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബിഹേവിയേഴ്സ് കുട്ടികൾ കാണിച്ചു കഴിഞ്ഞാല്, അതായത് സൊസൈറ്റി പറയുന്ന നോർമൽ ബിഹേവിയേഴ്സ് ആണ്, അതല്ലാതെ വേറെ എന്തെങ്കിലും കുട്ടി ഷോ ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ, താങ്ക് യു അലിയൻ. ഇതാണ് നമ്മൾ ജനറലി ഉള്ള ധാരണ. എന്നാൽ ഇന്നത് മാറണം. ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് എന്താ പറയാ, അബറന്റ് ബിഹേവിയേഴ്സിന് അല്ലെങ്കിൽ പ്രോബ്ലം ബിഹേവിയേഴ്സിന് മാത്രമുള്ളതല്ല. ABA നിഷ്കർഷിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ഒരു പ്രോബ്ലം ബിഹേവിയർ ഉള്ള ഒരു കുട്ടി, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടി, സെൽഫ് ഹാമിംഗ് ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ സ്ക്രീനിങ് ഉള്ള കുട്ടിയാണ്, സ്റ്റിങ്ങിങ് ഉള്ള കുട്ടിയാണ്, ഇതെല്ലാം നെഗറ്റീവ് ബിഹേവിയേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രോബ്ലം ബിഹേവിയേഴ്സ് ആണ്. ഇതെല്ലാം അഡ്രസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്നാലും അതല്ലാത്ത ബിഹേവിയേഴ്സും ഉണ്ട്. ഒരാളെ കണ്ടാൽ സോഷ്യലി എന്താ പറയാ അക്നോളജ് ചെയ്യുക, അവരോട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനൊക്കെ ഒരു ബിഹേവിയറൽ അടിസ്ഥാനം ഉണ്ടല്ലോ. ഈ ബിഹേവിയറിനെ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഗ്രീറ്റ് ചെയ്യാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? അപ്പൊ ഗ്രീറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഒരു ബിഹേവിയർ ആണോ? ബിഹേവിയർ ആണ്. നമ്മൾ പറയണതും ചെയ്യണതും റെസ്പോണ്ട് ചെയ്യണതും, നമ്മളിപ്പോ ഞാൻ തലയാട്ടുന്നതടക്കം ഒരു ബിഹേവിയർ ആണ്. ഇതിനെ എനിക്ക് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ഭയങ്കരമായിട്ട് ഗോബിൾ ചെയ്യുന്നുണ്ട് എന്റെ തല, എനിക്കത് റെഗുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ ABA. ഒരു ABA ടെക്നിക്ക് വെച്ച് എനിക്ക് ഒരു തെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തലയാട്ടുന്നു, ആൾക്കാർ അതിൽ ഡിസ്ട്രാക്റ്റഡ് ആവും എന്ന് പറയുന്നതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോബ്ലം ബിഹേവിയേഴ്സ് മാത്രമല്ല, റെഗുലർ ബിഹേവിയേഴ്സും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു സ്ലൈഡിന്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് റെഫറൻസിന് എന്റെ സ്ലൈഡ് എടുക്കട്ടെ. ഒരു ഡിസ്കണക്ട് ആയതോ, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. ഒന്ന് കണ്ടിന്യൂ ചെയ്യാമോ? ഞാൻ ചെയ്യാം. ഷുവർ, ഞാനൊന്ന് റെഫറൻസ് എടുക്കട്ടെ. അപ്പോ അപ്ലൈഡ് എന്ന് പറയുന്നത് അവിടെയാണ് അതിന് പ്രസക്തി വരുന്നത്. അപ്ലിക്കേഷൻ എവിടെയാ വരുന്നത്? നമ്മുടെ നിത്യജീവിതത്തില് അപ്ലിക്കബിൾ ആയിട്ടുള്ള എന്ത് തരം ബിഹേവിയേഴ്സിനെ നമുക്ക് ഇതിൽ അഡ്രസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഞാൻ ഇപ്പോഴേ അത് സ്പിക്ക് ഔട്ട് ചെയ്തു. ബിഹേവിയർ എന്ന് പറയുന്നത് എന്തുമാകാം. ഒബ്സർവ് ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം, എന്താ പറയാ ഇന്റർവെൻഷനിൽ നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, മെഷറബിൾ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നതായിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടാൽ തിരിച്ചറിയുന്ന കാര്യങ്ങളായിരിക്കണം. ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. എത്ര തവണ കുട്ടി കൈ കടിച്ചു, ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് എന്റെ സെഷന്റെ ഉള്ളിൽ എത്ര നേരം കുട്ടി ഒരു ക്രൈം ബിഹേവിയർ കാണിച്ചു, ടാൻഡ്രം എത്ര നേരം നീണ്ടു നിൽക്കുന്നു, ഇതിനെല്ലാം ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. ഇതെങ്ങനെയാണ് ചാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് ABAക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. അതിന് അവരുടെ സ്കോർ ഷീറ്റുകളുണ്ട്. ഈ ബിഹേവിയേഴ്സ് ചാർട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതിനും അവർക്ക് വ്യക്തമായിട്ടുള്ള നിബന്ധനകളുണ്ട്, എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് അനലിറ്റിക്സ് വരുന്നത്. നമ്മൾ ഈ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച ഈ ചാർട്ടിൽ വെച്ചിട്ടാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്റർവെൻഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന്റെ കോമൺ കോർ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആണ്. ABAയുടെ പ്രത്യേകത അതാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതിനെല്ലാത്തിനും ഒരു വളരെ ചിട്ടയാണ് അവർക്ക്. അതിൽ മാറിയിട്ട് അവർ ചെയ്യില്ല. അബാറ്റ് കഴിഞ്ഞ ഒരു വ്യക്തി മോസ്റ്റ് പ്രോബബ്ലി ഈ ചിട്ട പാലിക്കുക മാത്രമാണ് ചെയ്യുക. ഡോക്യുമെന്റേഷൻ വർക്കാണ് കൂടുതലും RBT അല്ലെങ്കിൽ അബാറ്റ് ചെയ്യുന്നത്. നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇതിനും ഇത്തിരി മൂത്ത ബിഹേവിയർ തെറാപ്പിസ്റ്റ് ഉണ്ടാവും, സൂപ്പർവൈസർ. ഈ സൂപ്പർവൈസറാണ് നമുക്ക് വേണ്ട ഈ ട്രീറ്റ്മെന്റ് പ്ലാൻ എല്ലാം നമുക്ക് പറഞ്ഞു തരിക. ഒരു കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ചാർട്ടിൽ എങ്ങനെ, എപ്പോ, എവിടെ എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അബാറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലി എന്ന് പറയുന്നത് ഇത് വ്യക്തമായിട്ട് നമ്മൾ നോട്ട് ചെയ്യാന്നുള്ളതാണ്. അവർ പറഞ്ഞു തന്ന വഴിയിൽ കൂടെ സിസ്റ്റമാറ്റിക്കലി ചെയ്യാന്നുള്ളത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ടാണ് അതിലൊക്കെ നിർബന്ധം പിടിക്കുന്നത്. സോ കോൺസെപ്ച്വലി സിസ്റ്റമാറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്, ജനറലൈസ്ഡ് ഔട്ട്കം. ഇതും ഞാൻ തെറാപ്പി ചെയ്യുന്ന സുഹൃത്തുക്കളോട് ആരോടെങ്കിലും ചോദിക്കാൻ വിചാരിക്കുകയാണ്. ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിലുള്ള ഒരു കുട്ടിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, ഇതിന് തൊട്ട് മുന്നത്തെ സ്ലൈഡിലേക്ക് പോകുമോ? ജനറലൈസ്ഡ് ഔട്ട്കം എന്ന് പറയുന്നത് അതിനുള്ള ബുദ്ധിമുട്ട് എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്?
ജനറലൈസേഷനുള്ള ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അലീനയ്ക്ക് തോന്നിയിട്ടുണ്ട്, ജീസാനയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്നാൽ ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാറുണ്ട്. ഈ ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് ബിഹേവിയർ, എന്ത് ടൈപ്പ് ഓഫ് ഇന്റർവെൻഷൻ ആണ് നിങ്ങൾക്ക് ജനറലൈസേഷൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്? നമ്മൾ സ്പീച്ച് തെറപ്പിയിൽ ഫസ്റ്റ് കുട്ടികളെ റിക്വസ്റ്റിങ് പഠിപ്പിക്കും, ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുപോലും തെറപ്പി ആ ക്ലിനിഷ്യന്റെ അടുത്ത് മാത്രം റിക്വസ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, വീട്ടിൽ പോലും അത് ചെയ്യത്തില്ല, പുറത്ത് ഇല്ല. ഇപ്പൊ അപ്പൊ എങ്ങനെ വരും? നമ്മളിപ്പോ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഉണ്ടാക്കിയ ഒരു റെസ്പോൺസ് ആയിരിക്കും അത്. പക്ഷെ ആ കുട്ടിക്ക് അത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പോ ഈ ABA എന്ന് പറയുന്നതിൽ എല്ലാവരും ഇൻവോൾവ് ആണ്. പാരന്റ് ഇൻവോൾവ് ആണ്, നമ്മൾ ഇൻവോൾവ് ആണ്, കുട്ടി ഇൻവോൾവ് ആണ്. ഇതൊരു ജോയിന്റ് എഫേർട്ടാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാവരും ചെയ്യുന്നത് ഒരേപോലെ ആക്കുക എന്നുള്ളതിന്റെ ഒരു ബെനിഫിറ്റും കൂടിയാണ് ABATൽ ABAൽ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു ഗുണം എന്താണ്? നമുക്ക് ഇതേ സാധനം ഇതിന്റെ ഒരു വേറെ വേർഷൻ നമുക്ക് പാരന്റിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പാരന്റിന് ചാർട്ട് ചെയ്യാനുള്ള ഷീറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. പാരന്റിന് അതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം അത് വളരെ കൃത്യമായിട്ട് ആ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പോലെ ടോക്കൺ എക്കോണമി നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്, PG സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കുട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ സ്റ്റാർ കൊടുക്കും പോലത്തെ ജനറലൈസ്ഡ് അഭിപ്രായങ്ങളോ അഡ്വൈസസോ അല്ല അതിൽ നടക്കാൻ മതി. ഇനി ഇതിന്റെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് പറയാം. ABA, as I before mentioned, it is based on conditioning. കണ്ടീഷനിങ്ങിന്റെ ബേസിക്സ് വെച്ചിട്ടാണ് ഈ ABA എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പടുത്തുയർത്തിയിട്ടുള്ളത്. ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ വാക്കുകളും ഒരുവിധം എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാവുമെന്ന് വിചാരിക്കുന്നു. പരിചയം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ഇതൊട്ടും കേട്ടിട്ടില്ല. സ്റ്റിമുലസ്, ബിഹേവിയർ, ആന്റിസിഡന്റ്, കോൺസിക്വൻസ്. കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? നോ റെസ്പോൺസ്. അപ്പൊ എന്തായാലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ സാധനം സ്റ്റിമുലസ്. ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ആക്ച്വലി നമുക്ക് ബിഹേവിയർ എന്ന് പറഞ്ഞു. ബിഹേവിയർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യൻ ചെയ്യണതോ പറയുന്നതോ ആയിട്ടുള്ള എല്ലാം ബിഹേവിയർ ആണ്. അതായത് എനിക്ക് ഇത്തിരി വെള്ളം തരുമോ പ്ലീസ് എന്ന് ചോദിക്കണത്, ഒരു ആളെ അടിക്കണത്, കരയണത്, കൈ കഴുകണത്, ഒരു ടോയ് എടുത്ത് കളിക്കണത്, ഇതെല്ലാം ബിഹേവിയർ ആണ്. അതിന് നീഡ് നോട്ട് ബി ജനറലി ബാഡ് ഓർ ഗുഡ്. അപ്പോ ഇറ്റ് നെസസറി നോട്ട് ബി ബാഡ്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് സ്റ്റിമുലസ്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഒരു മനുഷ്യന്റെ ചുറ്റുപാടിൽ നടക്കുകയാണ്. അതായത് ഒരു കുട്ടി, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി റൂമിലേക്ക് കയറി വരുമ്പോ ഒരു പെർട്ടിക്കുലർ ഒരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രം കണ്ടിട്ട് ആ കുട്ടീനെ ഇത്രയും ദിവസം തെറാപ്പിസ്റ്റ് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ആ ചിത്രത്തിന്റെ പേര് പറയാം. ഇമാജിൻ ആപ്പിൾ ആണെന്ന് വിചാരിച്ചോളൂ. ഈ കുട്ടി വേറെ എവിടെയും ആപ്പിൾ പറയില്ല. തെറാപ്പിസ്റ്റിന്റെ റൂമിൽ കയറി വന്നു, ആപ്പിളിന്റെ ഒരു വലിയൊരു ചിത്രം നമ്മളെ വാളിലുണ്ട്. ഇത് കണ്ടാൽ കുട്ടി പറയും ആപ്പിൾ എന്ന്. ഇത് ആ സ്റ്റിമുലസ് കാണുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പൊ an object or event that occurs in a person's environment, this is called stimulus. ഓക്കെ, ഇത് എന്ത് തരത്തിലും ആവാം. കാഴ്ചയാവാം, കേൾവിയാവാം, തൊട്ടറിയണതാവാം, അതും അല്ലെങ്കിൽ ആക്ഷൻസ്, ഒരാളുടെ ചേഷ്ടകളാവാം. ഇതെല്ലാം ഒരു സ്റ്റിമുലസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ കഷ്ടമാണ് താനും ഒരു ബിഹേവിയറിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി ആന്റിസിഡന്റ്. ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും ധാരണ ഉണ്ടോ? PG സൈക്കോളജി കഴിഞ്ഞവർ കുറെ ആൾക്കാരുണ്ട് തോന്നുന്നു. ആന്റിസിഡന്റിനെ കുറിച്ച് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കാലാണ്. അലർച്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. ഒരു ബിഹേവിയർ നടക്കണതിന് തൊട്ട് മുന്നേ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ആന്റിസിഡന്റ് എന്ന് പറയാം. പേര് കേട്ടാൽ അറിയാലോ, ആന്റിസിഡന്റ്, മുന്നേ ഉണ്ടാവുന്നത്. ഒരു സ്റ്റിമുലസ്, ഫോർ എക്സാമ്പിൾ, അമ്മ പറയാണ് TV ഓഫ് ചെയ്യാൻ സമയമായി എന്ന്. അമ്മ ഉറക്കെ പറഞ്ഞു, മതി കണ്ടത്, TV ഓഫ് ചെയ്യാൻ സമയമായി. അമ്മ TV ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അമ്മ ഈ പറയുന്നത് കേൾക്കുമ്പോ തന്നെ കുട്ടി കരയാൻ തുടങ്ങും. വേണ്ടമ്മേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. കുട്ടിയുടെ ബിഹേവിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അമ്മ TV ഓഫ് ചെയ്യാൻ പറഞ്ഞത് ഒരു ആന്റിസിഡന്റ് ആണ്. അത് കാരണമാണ് കുട്ടിക്ക് എന്താ പറയാ ടാൻട്രം വന്നത്. അടുത്ത ഓൺസെറ്റ് എന്ന് പറയുന്നത് ടാൻട്രം ആണ്. അപ്പോ ആ ടാൻട്രം എന്നുള്ള ബിഹേവിയറിന്റെ ആന്റിസിഡന്റ് എന്താണ്?
TV ഓഫ് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോൺസിക്വൻസ്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അനന്തരഫലങ്ങൾ എന്നൊക്കെ പറയില്ലേ. പക്ഷെ ABA ടേംസിൽ എന്താ പറയാ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ ഒരു അനന്തരഫലമല്ല. അത് എന്താ പറയാ, ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അതിന്. അതല്ല അവിടെ ABA യൂസ് ചെയ്യുന്നത്. കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാവാം, ഇഷ്ടമല്ലാത്ത കാര്യമാവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം. അതായത് കുട്ടിക്ക് ഒരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് കൊടുക്കണത് ആ പറഞ്ഞാൽ ബ്രേക്ക് കിട്ടുന്നു എന്ന നല്ല കാര്യമാണ് അതിന്റെ കോൺസിക്വൻസ്. അപ്പോ നമ്മൾ കടുത്ത തിക്താനുഭവം ഒന്നും ആയിക്കൊള്ളണമെന്നില്ല കോൺസിക്വൻസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് സൈക്കോളജി ബേസിക്സ് എല്ലാം കേട്ട് പരിചയം ഉണ്ടാവും എല്ലാവർക്കും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്നുള്ളത്, ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, എന്തെങ്കിലും ഒരു പുതിയ സാധനം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനം കാരണം നമ്മുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ആവുകയെന്ന് വെച്ചാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. എക്സാമ്പിൾ, ഒരു കുട്ടി വന്നിട്ട് പറയുന്നു ഹഗ് പ്ലീസ് എന്ന് പറയുന്നു, നമ്മൾ അപ്പൊ തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹഗ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ കെട്ടിപ്പിടിക്കും എന്നുള്ള മനസ്സിലാക്കലിൽ നിന്ന് എന്ത് കൂടും? വെർബൽ അല്ലാത്ത ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിന് ലേൺ ചെയ്യണത് എന്താണ്? ഞാൻ ഹഗ് പ്ലീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഹഗ് കിട്ടുന്നുണ്ട്. വളരെയധികം എന്താ പറയുക, സെൻസിറ്റീവ് സീക്കിംഗ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ പ്രൊപ്രിയോസെപ്റ്റീവ് സീക്കിങ്ങും നല്ല ടാക്ടൈൽ പ്രഷറും എല്ലാം ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഹഗ് പ്ലീസ് കൂടുതൽ പറയും ഹഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനാണ്, പക്ഷേ ഒരു കാര്യം റിമൂവ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ബ്രേക്ക് പ്ലീസ് എന്ന് പറയുകയാണ്. ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ സെഷന്റെ നടുവിൽ ഐ വോണ്ട് എ ബ്രേക്ക് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ആ കാർഡ് തൊട്ട് കാണിച്ചു. അപ്പൊ തന്നെ ടീച്ചർ ആ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറാപ്പിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആക്ടിവിറ്റി മാറ്റിവെച്ച് ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണയും ആ കുട്ടി ബ്രേക്ക് പ്ലീസ് എന്ന റിക്വസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ സാഹചര്യത്തിൽ എന്താ ചെയ്തത്? ഒരു കാര്യം അവിടുന്ന് റിമൂവ് ചെയ്യാണ് ചെയ്തത്. ആൾക്ക് നോൺ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ആ ജോലി എന്ന് പറഞ്ഞ സാധനം നല്ല എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻസ് അടുത്ത പോയിന്റ് ആണ്. മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നെങ്കിൽ ഒരു ഇപ്പൊ ഈ പറഞ്ഞ എന്താ പറയുക, ബ്രേക്ക് പ്ലീസ് എന്ന് ചോദിക്കാനുള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഒട്ടും വെർബൽ അല്ലാത്തൊരു കുട്ടിയാണ്, ഈ ബ്രേക്ക് പ്ലീസ് എന്നത് പറയാൻ പറ്റില്ല, ആൾക്ക് കാർഡ് തൊട്ട് കാണിക്കാനേ പറ്റുള്ളൂ. പക്ഷെ കാർഡ് തൊട്ട് കാണിക്കാനൊന്നും തുടങ്ങിയിട്ടുമില്ല, ടെക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ, തൊട്ട് കാണിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ അബദ്ധവശാൽ ആ കുട്ടി ഒന്ന് തൊട്ട് കാണിച്ചുവെങ്കിൽ ആ സമയത്ത് ആൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ബിഹേവിയറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു മിഠായിയോ എഡിബിൾ ആയിട്ടുള്ളതോ നോൺ എഡിബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ടോയോ ആണെങ്കിൽ അതാണ് അതിന്റെ മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻ. ആ ബിഹേവിയറിന്റെ റെപ്പറ്റീഷന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകം റീഇൻഫോഴ്സർ ആയിട്ട് വരുമ്പോൾ ആ ബിഹേവിയറിനെ ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻ. നെക്സ്റ്റ് എക്സ്റ്റെൻഷൻ. ഇതൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ തെറപ്പിയിൽ ദിവസം എന്നുള്ള പോലെ ചെയ്യുന്നുണ്ടാവും. ഈ പേരൊന്നും പറഞ്ഞ് നമ്മൾ അതിനെ അറിയുന്നില്ലാന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോ ABLക്ക് വരുമ്പോൾ അവർ ആ പേര് പഠിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വ്യക്തവും വടിവത്തതുമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. അപ്പോ നമ്മൾ സൂപ്പർവൈസർ നമ്മളോട് ഇന്നത് ചെയ്യാൻ പറയുകയാണെന്ന് പറഞ്ഞാൽ ഈ ടേംസ് ആവും യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ടേംസ് വെച്ചിട്ടാണ് അവരുടെ സംസാരങ്ങളെല്ലാം ഉണ്ടാവുക. അല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ചെയ്തു നോക്കൂ അത് ചെയ്തു നോക്കൂ എന്നല്ല പറയുന്നത്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നെക്സ്റ്റ് എക്സ്റ്റെൻഷൻ. ഒരു ബിഹേവിയർ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നത് നിർത്തിയെങ്കിൽ പിന്നെ ആ ബിഹേവിയർ ഇല്ലാതെ ആയിപ്പോണം. അതായത് ഒരു റൂം വൃത്തിയാക്കാൻ നമ്മൾ കുട്ടിയോട് പറയുകയാണ്, പക്ഷെ അത് പറഞ്ഞു കേൾക്കണമെങ്കിൽ മുന്നേ കരച്ചിൽ തുടങ്ങാൻ എനിക്ക് വയ്യ, അയ്യോ ആവോ കാല് വേദനയാണ് കൈ വേദനയാണെന്ന് പറയുകയാണെന്ന് വെച്ചോളൂ. അപ്പോ എന്താ പറയാ, ഇതൊക്കെ കരഞ്ഞാലും നമ്മൾ സമ്മതിക്കുന്നില്ല, നമ്മൾ ശാന്തമായിട്ട് നിന്ന് ആളുടെ ടാൻഡ്രംസ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചൂലെടുത്ത് കൈ കൊടുക്കുകയാണ്. കരഞ്ഞാലും വേണ്ടില്ല, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആൾ കരഞ്ഞ് എക്സ്പെക്ട് ചെയ്യണത് എന്താണ്? അമ്മ ആ സാധനം ചെയ്യണ്ടെന്ന് പറയലാവാം, അല്ലെങ്കിൽ അമ്മ അത് മറന്നിട്ട് കുട്ടീനെ വന്ന് ആശ്വസിപ്പിക്കലാവാം. ഇതൊന്നും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നില്ല, നമ്മൾ അതെല്ലാം നിർത്തുകയാണ്.
അപ്പോൾ ആ ബിഹേവിയർ അവിടെ എക്സ്റ്റിങ്ക്റ്റ് ആവും. പിന്നീട് പലതവണ നമ്മൾ ഈ കുട്ടിക്ക് അറിഞ്ഞാലും ആൾക്ക് ആ ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യത്തോണ്ട് കരച്ചിൽ നിർത്തും എന്നുള്ള കണ്ടീഷനിങ് ബേസിക്സ് ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അടുത്തത് സ്റ്റിമുലസ് കൺട്രോൾ. when the behavior is actually reinforced in the presence of a particular antecedent stimulus. അതായത് ഇപ്പൊ ഒരു കുട്ടിയുടെ മുത്തശ്ശി എപ്പോ കണ്ടാലും മുത്തശ്ശിയോട് മുത്തശ്ശി മിഠായി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ കയ്യിൽ നിന്ന് ഒരു മിഠായി എടുത്ത് കൊടുക്കണം മുത്തശ്ശിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോ ആക്ച്വലി എന്താണ്, മിഠായി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയോട് സ്നേഹം കാണിക്കാനും മുത്തശ്ശി മിഠായി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കേൾക്കാനുമാണ് ആക്ച്വലി ഈ കൊടുക്കണ ക്യാൻഡി റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ സ്റ്റിമുലസിനെ കൺട്രോൾ ചെയ്യാണ്. ആ ക്യാൻഡി എന്ന് പറയുന്നതിന് മുത്തശ്ശി ഒരു ബിഹേവിയർ ആക്ച്വലി റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ അടുത്തേക്ക് വരുമ്പോൾ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ്. ആര് പറഞ്ഞാലാണ് മിഠായി കിട്ടുക എന്നുള്ളത് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ, മുത്തശ്ശി മാറി അമ്മയാവുമ്പോൾ കിട്ടില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കണമെങ്കിൽ അതാണ് ആ സ്റ്റിമുലസിന്റെ വ്യത്യാസം. ജനറലൈസേഷൻ, അവിടെയാണ് അലീന നേരത്തെ പറഞ്ഞ ഒരു കാര്യം തെറാപ്പിയുടെ ഉള്ളിൽ ക്ലിനിക്കിന്റെ ഉള്ളിൽ പഠിച്ച കാര്യം പുറത്ത് വീട്ടിലും മറ്റു സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ കുട്ടി പഠിക്കുന്നതോടുകൂടി അത് ജനറലൈസ്ഡ് ബിഹേവിയർ ആവും. അടുത്തത് പ്രോംപ്റ്റ്. അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ധാരാളമുള്ളതല്ലേ. പ്രോംപ്റ്റ് എന്താന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പറയോ? ക്യൂസ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് ക്യൂസ്? പറയൂ സുധീഷ്, പറയൂ. Some temporary assistance. What kind of assistance are you talking about? So imagine, I wanted to tell your name. I'm asking, what's your name? Is that a prompt? Correct. Verbal, visual, gestural, visual. Okay, ശരിയാണ്. What is your name എന്ന് ചോദിക്കുന്നത് പ്രോംപ്റ്റ് ആണ്. ആണെന്ന് പറയണേ. എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ആക്ച്വലി ഇതൊരു പ്രോബിംഗ് സ്റ്റിമുലസ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, നമ്മളുടെ മനസ്സിൽ എപ്പോഴും വേണം നമ്മൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് ഡീൽ ചെയ്യുന്നത്. കാരണം ABA കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിലാണ്. ഇമാജിൻ ഒരു നോൺ വെർബൽ ആണ്, അല്ലെങ്കിൽ മിനിമലി വെർബൽ ആണ്. ഇനി ഇൻ കേസ് വെർബൽ ആണെങ്കിൽ കൂടി റെസ്പോൺസ് ഡിലേ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് സിബാന. വാട്ട്സ് യുവർ നെയിം? സിബാന എന്ന് പറയുമ്പോ ഇതിൽ ഏതാ പ്രോംപ്റ്റ്? Second one, my name is prompt. Yeah. What's your name? ചോദിക്കുമ്പോൾ my name is എന്ന് പറയുന്നത്. നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് മിക്കവരും ചെയ്യുന്നുണ്ടാവും. എന്താ പറയേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ my name is എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും, മോഡൽ ചെയ്യും. ഈ my name is ക്യൂ അല്ലെങ്കിൽ പ്രോംപ്റ്റ്, വെർബൽ പ്രോംപ്റ്റ് ആണ്. റൈറ്റ്. അതേപോലെ നമുക്ക് വിഷ്വൽ ആയിട്ട് കൊടുക്കാം, നമുക്ക് ചിത്രം കാണിക്കാം. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ആപ്പിളിന്റെ ചിത്രം കാണിക്കാം, അത് വിഷ്വൽ പ്രോംപ്റ്റ്. ആ ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി പ്രോംപ്റ്റ്, അത് കഴിഞ്ഞു വരുന്ന അടുത്ത ഭാഗമാണ്. ആ കുട്ടിയുടെ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റൻസിന് കൊടുക്കുന്നത്, അതാണ് അതിന്റെ പ്രോംപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് വെർബൽ ആവാം, ജസ്റ്റർ ആവാം, വിഷ്വൽ ആവാം. ഓക്കെ, അടുത്തത് കഴിഞ്ഞു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഈ പറയുന്ന ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം ഭയങ്കര ഡ്രൈ ആയിരിക്കും, എന്നാൽ കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാവുകൊണ്ടും ABAയുടെ ബേസിക്സ് ആവുകൊണ്ടും എനിക്ക് പറയാതെ പറ്റില്ലല്ലോ. അടുത്തത് ജനറൽ ഫിലോസഫി എന്താണ്? ഓട്ടിസം ബേസ്ഡ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കൾക്കും കുട്ടികൾക്കും അഡൽട്ട്സിനും പഠിക്കാൻ പറ്റും. നമുക്കറിയാം ഭയങ്കര റോഡ് ബ്ലോക്ക് വന്നിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമുക്കിപ്പോ പ്രാക്ടീസ് ചെയ്ത് കുറച്ചു കാലമായിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രമിച്ചിട്ടും മോഡൽ ചെയ്ത് നോക്കി, എന്താ പറയാ, പലതരത്തിലുള്ള പ്രോംപ്റ്റിംഗ് ചെയ്ത് നോക്കി, എന്നിട്ടും കുട്ടി ഇത് ലേൺ ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇനി മിക്കവരും പറയും നമുക്ക് തെറപ്പി നിർത്തിയിട്ട് സ്പെഷ്യൽ സ്കൂളിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു അടുത്ത ലെവൽ ഓഫ് റീഹാബിലിറ്റേഷൻ സർവീസസിലേക്ക് നമുക്ക് വിടാം എന്ന് പറയുന്ന സജഷൻസ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെക്കാൾ പറ്റും എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് റെഫർ ചെയ്യും, അങ്ങനെ ബന്ധം ചെയ്യാറുണ്ട്. പക്ഷെ ജനറൽ ഫിലോസഫി ഓഫ് ABA എല്ലാവർക്കും പഠിക്കാൻ പറ്റും. നമ്മളുടെ ഇന്റർവെൻഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്.
ഓർ നമ്മുടെ രീതിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. കുട്ടിക്ക് പറ്റാത്ത രീതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് കുട്ടി പഠിക്കാത്തത് എന്നുള്ളതാണ് ABയുടെ ഫിലോസഫി. റൈറ്റ് ടു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് അവകാശമാണ് ആക്ച്വലി. അതായത് ഇപ്പോ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന 10-24 ആൾക്കാരെ പോലും ഒരു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് ഇന്നത്തെ ഇന്ത്യൻ സംവിധാനങ്ങൾ അനുസരിച്ച് നിങ്ങളത് പഠിച്ചോണ്ട് നിർബന്ധമൊന്നുമില്ല. അബാറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആവാൻ പാടുള്ളൂ എന്ന് നിലവിൽ ഇപ്പൊ ഇന്ത്യയിൽ നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണം എന്ന് വിചാരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ട്, അല്ലെ? ഇതെല്ലാം നിങ്ങൾ ആക്ച്വലി യു ആർ എൻഫോഴ്സിങ് ഓർ അഡ്വക്കേറ്റിംഗ് ദ റൈറ്റ് ഫോർ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മെച്ചപ്പെട്ട കാര്യങ്ങൾ സംവിധാനങ്ങൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് ABയുടെ ബേസിക് ജനറൽ ഫിലോസഫിയും വരുന്നത്. ആൻഡ് ദേ ഹാവ് അനദർ തിങ്, ലേണർ ഇസ് ഓൾവേസ് റൈറ്റ്. കുട്ടി എപ്പോഴും ശരിയാണ്. നമ്മൾ പറയുന്നത് തെറ്റായിട്ടാണ് കുട്ടി എടുക്കണതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണത് കൂടിപ്പോയി, പിന്നെ ആ ബിഹേവിയർ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോംപ്റ്റ് ഫെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മളുടെ ഇനെഫിക്കസിയാണ്. കുട്ടിക്ക് അത് മനസ്സിലാവായല്ല. നമ്മൾ ആ പ്രോംപ്റ്റ് കൊടുത്ത് എന്താ പറയാ, കുറച്ച് കാലം നമ്മൾ റീറ്റെയിൻ ചെയ്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഫെയിലിംഗ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാത്തത് കൊണ്ടാവാം. ഇങ്ങനത്തെ പല കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ പ്രോട്ടോകോളിക്ക് ശ്രദ്ധിക്കണം എന്നർത്ഥം. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് ഡിറ്റർമിനേഷൻ. അത് നമ്മുടെ അല്ല കേട്ടോ, നമുക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ വേണം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടിയുടെ ഡിറ്റർമിനേഷൻ ആണ്. ഒരു കുട്ടിക്ക് എന്ത് പഠിക്കണം, എന്ത് ബിഹേവിയർ എത്രത്തോളം ചേഞ്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. അത് ഓട്ടിസ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിലും അതൊരു പരിധി വരെ നമ്മളത് അനുവദിച്ചു കൊടുത്തേ പറ്റൂ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ വരുമ്പോൾ മിക്കവാറും എന്താ വെച്ചാൽ കുറച്ച് കാലം തെറാപ്പി എടുത്ത് കഴിയുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യാൻ. ഇത്ര കാലം ചെയ്തിട്ടും അവൻ അതിൽ ഭയങ്കര അഡമന്റ് ആണ്, അല്ലെങ്കിൽ അവൾ അതിൽ അഡമന്റ് ആണ് ചില ബിഹേവിയേഴ്സിൽ. അപ്പൊ നമ്മൾ അവർക്ക് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചില സോഷ്യൽ ഇന്ററാക്ഷൻസ്, ആൾക്കാരായിട്ട് ഇടപെടുന്നത് ഫോഴ്സ്ഫുള്ളി ചെയ്യരുത് എന്നുള്ള പക്ഷമാണ് ABA പോലെയുള്ള എന്താ പറയുക തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് അവർക്കുള്ള സംവിധാനങ്ങൾ കൊടുക്കാം, അവസരങ്ങൾ കൊടുക്കാം, പക്ഷെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കരുത്. എനിക്ക് തോന്നുന്നു നമ്മളിൽ മിക്കവർക്കും, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തവർക്കൊക്കെ ഒരു വലിയൊരു ഐ ഓപ്പണർ അതാണ്. എനിക്കതായിരുന്നു ആക്ച്വലി. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും, ഇന്ററാക്ട് ചെയ്യിപ്പിക്കും, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളാണ് മോഡൽ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ABA ഈസ് മോർ ഓഫ് ചൈൽഡ് ലെഡ്. കുട്ടിയുടെ രീതി നമ്മൾ കണ്ട് അവനെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതി നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യും. അതുകൊണ്ടാണ് അത് ലീസ്റ്റ് ഇൻട്രൂസീവ് ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. നമ്മളുടെ ഇടപെടൽ അതിൽ കുറവാണ്, കുട്ടിയാണ് അത് ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുക. അല്ലാത്ത പക്ഷെ കുട്ടിയുടെ പരിമിതികൾ അറിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ മാറ്റുകയും ചെയ്യും. നെക്സ്റ്റ് സ്ലൈഡ്. അബാറ്റിന്റെ പ്രത്യേകത, അബാറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എഴുത്ത് തന്നെയോ. നിങ്ങൾ വലിയ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് എഴുത്തോടെ എഴുത്താണ്. നിങ്ങൾ മെഷർമെന്റ് ചെയ്യും, ബിഹേവിയർ നിങ്ങൾ മെഷർ ചെയ്യുന്നു, ചാർട്ട് ചെയ്യുന്നു. അത് നിങ്ങളുടെ സൂപ്പർവൈസർ അതായത് നിങ്ങളുടെ തലമൂത്ത ബിഹേവിയർ തെറാപ്പിസ്റ്റിന് കാണിച്ചു കൊടുക്കുന്നു. അവരടുത്ത സെറ്റ് ഓഫ് പണി നിങ്ങൾക്ക് തരും. നിങ്ങൾ ഓക്കെ, ഇങ്ങനെ ഈ നിങ്ങളുടെ ചാർട്ട് പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള ലഭ്യമായ എവിഡൻസ് വെച്ചിട്ട് എന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഞാനൊന്ന് മാറ്റാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഡാറ്റ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ബിഹേവിയറിനെ ഇങ്ങനെയല്ല നോക്കേണ്ടത് എന്നുള്ളത് അവർ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. ഈ മെഷർ ചെയ്യണതിനും പല രീതികളുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഷർമെന്റ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഷർമെന്റ് ഉണ്ട്. അതെന്താ വേണ്ടതെന്നുള്ളത് എന്താ പറയാ, അത് നമ്മുടെ സൂപ്പർവൈസറാണ് തീരുമാനിക്കുക. ഓക്കെ, കണ്ടിന്യൂസ് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ഓരോ തവണയും, ഇപ്പൊ നഖം കടിക്കുന്ന ശീലമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓരോ തവണയും കുട്ടി കടിക്കുമ്പോൾ നമ്മളത് ചാർട്ടിൽ നോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പേപ്പർ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളോട് ഒരു ബിഹേവിയർ കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ദിവസമുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ സമയമുണ്ട് ഈ കുട്ടിയുടെ കൂടെ. നിങ്ങൾ എങ്ങനെയാ അത് കണ്ടിന്യൂസ്ലി മെഷർ ചെയ്യുക? ഒരു വൈൽഡ് ഗസ്.
നിങ്ങളെയാണ് ആ പണി ഏൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചേടാ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നേ. നമ്മൾ കുത്തിയിരുന്ന് എഴുതില്ലേ, നോക്കിയിരുന്ന് എഴുതില്ലേ? ആ ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്യാം. എത്ര നേരം ഒബ്സർവ് ചെയ്യും? നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം, കണ്ടിന്യൂസ്ലി നോക്കണം. അത് നടക്കുവോ? നമ്മളിങ്ങനെ കുട്ടീനെ കണ്ണുവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? എന്നാൽ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ. ഓക്കെ, അടുത്തത് ഡിസ്കണ്ടിന്യൂസ് മെഷർമെന്റ്. ഏതാണ്ട് 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു 3 വട്ടമൊക്കെ കുട്ടി നഖം കടിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ 3 വട്ടം നഖം കടിച്ചിട്ടുണ്ട്, ഇങ്ങനെയും പറയാം. ഇനി ഫ്രീക്വൻസിയും റേറ്റും ഉണ്ട്. അത് എത്ര തവണ ചെയ്തു, എത്ര ഓപ്പൺ ആയിട്ട് എത്ര പ്രാവശ്യം അത് ഉണ്ടായി എന്നുള്ളതെല്ലാം സമയത്തിന്റെ കണക്ക് വെച്ചിട്ട് നമുക്ക് ചാർട്ട് ചെയ്യാം. ഇതെല്ലാം ഞാൻ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പറയുന്നത് ധരിക്കണ്ട, ഇതൊക്കെ ഓരോ ചാപ്റ്റർ ആണ്. നിങ്ങൾ 40 മണിക്കൂർ അബാറ്റിന്റെ ട്രെയിനിങ്ങിന് കുത്തിയിരുന്ന് പഠിക്കേണ്ട വലിയ വലിയ മൊഡ്യൂളുകളാണ് ഞാൻ ഓരോ ഒറ്റ വാക്കിൽ നിർത്തുന്നത്. ഇപ്പൊ നിങ്ങൾ കുത്തിയിരുന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കിതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. മാനുവൽ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവരതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒരു ബിഹേവിയർ റേറ്റ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് താഴത്തെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അഗ്രഷൻ എന്നുള്ള ബിഹേവിയർ ആണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. 4 hour tantrums 1.5 hour, man for attention 5 per hour. അതായത് 1 മണിക്കൂറിൽ 4 തവണ അഗ്രസീവ് ആയിരുന്നു. 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ 1.5 തവണ ടാൻട്രം കണ്ടു. അറ്റൻഷൻ വേണമെന്ന് കുട്ടി 1 മണിക്കൂറിൽ 5 തവണ റിക്വസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡ്. അങ്ങനെ നമ്മൾ സമയത്തിന്റെ എണ്ണത്തിന്റെ കണക്ക് വെച്ച് നമ്മൾ നല്ലോണം കണക്ക് പറയും മെഷർമെന്റ് ഡാറ്റയില്. ഇതിൽ കണ്ടുവോ ഫ്രീക്വൻസി കൺവേർട്ട് ചെയ്യാൻ ഇതേപോലെ കണക്കൂത്തുകളുണ്ട്. ഒരു അഗ്രഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി ഭയങ്കര അഗ്രസീവ് ആണ് എന്നുള്ളതല്ല, അത് എന്താണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തും ആവാലോ, വെർബൽ അഗ്രഷൻ ആവാം, ഫിസിക്കൽ അഗ്രഷൻ ആവാം. അപ്പോ നമ്മുടെ ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഞാൻ സെഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലിജി 3 തവണ എന്നെ നോക്കി കൈ കൊണ്ട് റൈറ്റ് ലെഫ്റ്റ് കൈ വെയ്വ് ചെയ്ത് കാണിച്ചു. റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 3 തവണ ലിജി വലത് കൈ കൊണ്ട് വെയ്വ് ചെയ്ത് കാണിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഉദാഹരണമാട്ടോ ഞാൻ പറഞ്ഞത്. ഇതേപോലെ എന്ത്, എവിടെ, എങ്ങനെ, എത്ര തവണ, എപ്പോൾ, ഇതെല്ലാം നമ്മൾ എന്ത് ബിഹേവിയർ ആണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ഈ സാധനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് എഴുതണത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്ര നേരം. ഇപ്പൊ ഒരു കുട്ടി കരയുന്നുണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ ധാരാളം കാണുന്നതാണ് റീസൺ ഇല്ലാത്ത കരച്ചില്. എത്ര നേരം സെഷൻ തുടങ്ങിയിട്ട് എത്ര നേരം കരഞ്ഞു എന്ന്. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് എവിടെയാ വരുന്നതെന്ന് അറിയോ? അപ്പൊ നമ്മള് ABA ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളത് നോട്ട് ചെയ്യാണ്, അതിനനുസരിച്ച് നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കുകയാണ്. അങ്ങനെ 3 മാസം ഇന്റർവെൻഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ ഡേറ്റ എടുത്ത് അറിയാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ മാസം റൂമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കരഞ്ഞിരുന്ന കുട്ടി 3 മാസം കഴിയുമ്പോൾ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിയുമ്പോഴേ കരയുന്നുള്ളൂ എന്നുള്ള ലെവലിലേക്ക് എത്തും. അതും ഒരു വ്യത്യാസമാണ്. വി ഹാവ് എൻ എവിഡൻസ് ഫോർ ഇറ്റ്. നമ്മുടെ കയ്യിൽ അതിനുള്ള ഡേറ്റ ഉണ്ട്. ഇതാണ് അബാറ്റിന്റെ രീതി. ഓക്കെ, ലേറ്റൻസി എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇപ്പൊ ഒരു കുട്ടി നമ്മൾ പറയുമ്പോൾ മുന്നിലിരിക്കണം, പെണ്ണ് എടുക്കണം എന്നുള്ളൊരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് പിക്കപ്പ് ദ പെൻ എന്ന് പറഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ആ ബിഹേവിയർ കുട്ടി ഇനീഷ്യേറ്റ് ചെയ്യണത്, ഇത് ലേറ്റൻസിയിൽ വരും. എക്സാമ്പിൾ ആണ്, ടൈം ഫ്രം ഇൻസ്ട്രക്ഷൻ ടു ബിഗിൻ ഗെറ്റിംഗ് ഡ്രസ്ഡ്. ഡ്രസ് ചെയ്യാൻ എത്ര സമയം എടുക്കണു, ഡ്രസ്സ് മാറ്റടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് മകൻ ഡ്രസ്സ് മാറ്റുന്നത്, അവിടെയാണ് ആ ലേറ്റൻസി വരുന്നത്. റൈറ്റ്, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് മെഷർമെന്റ് പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞത്, എന്താ പറയുക, ഇത്ര സമയം 30 സെക്കൻഡ് ആണ് നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യണമെന്ന് വെച്ചോളൂ. അത് കണ്ടിന്യൂസ് മെഷർമെന്റ് ആണെങ്കിൽ ആ 30 സെക്കൻഡ് നമ്മൾ കുട്ടീനെ നോക്കിയിരിക്കും. 30 സെക്കൻഡും ആ കുട്ടി ചെയ്യുന്നതെല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് മെഷർമെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇത് ആക്ച്വലി കുറച്ച് ലെസ് വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു തെറാപ്പിസ്റ്റ് ഒരു ക്ലാസ് റൂമിലുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ ആണെന്ന് വിചാരിച്ചോളൂ. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒരു സ്പെഷ്യൽ സ്കൂളിൽ 5 ഓട്ടിസ്റ്റിക് കുട്ടികളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതിൽ ഒരാളുടെ മാത്രം ബിഹേവിയർ നമുക്ക് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡാണ് ഡിസ്കണ്ടിന്യൂസ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതില് പാർഷ്യൽ ഇന്റർവെൽ, ഈ നമ്മളൊരു പെർട്ടിക്കുലർ ഇന്റർവെൽ ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഇന്റർവെല്ലിന്റെ ഉള്ളിൽ എത്ര തവണ ബിഹേവിയർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ 30 സെക്കൻഡ് എന്നുള്ളതിന്റെ ആ ഇന്റർവെല് കൂടുകയും കുറയുകയും ചെയ്യാട്ടോ. അപ്പൊ ഒരു സെഷന്റെ നടുവിൽ 15 മിനിറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ സൂപ്പർവൈസർ സെറ്റ് ചെയ്ത് തരുന്നതാവും. ഹോൾ ഇന്റർവെൽ എന്ന് പറയുന്നത് എൻറ്റയർ ഇന്റർവെല്ലിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. 15 മിനിറ്റ് ടീ ബ്രേക്ക് ഉണ്ട്. ആ ടീ ബ്രേക്കിന്റെ സമയത്താണ് നമ്മളെ കുട്ടി കച്ചറ ഉണ്ടാക്കുന്നത്. ടീ ബ്രേക്കിന്റെ സമയത്താണ് മറ്റൊരു കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് സ്നാക്ക് ബോക്സിൽ നിന്ന് സ്നാക്ക് എടുത്ത് കഴിക്കുന്നത്. ഈ ബിഹേവിയറിനെയാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇന്റർവെൽ വെച്ചിട്ടുള്ളത് ഈ ടീ ബ്രേക്ക് എത്ര നേരം, 10 മിനിറ്റ് ആണ്. അതാണ് നമ്മളൊരു ഹോൾ ഇന്റർവെൽ മെഷർമെന്റ് മെത്തേഡ് എടുക്കണമെങ്കിൽ ഈ എൻറ്റയർ ഇന്റർവെല്ലിലും ഈ ബിഹേവിയർ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ഈ എൻറ്റയർ ഇന്റർവെല്ലിന്റെ ഇടയിൽ ഈ ബിഹേവിയർ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. കാരണം ഞാൻ ഈ ടീ ബ്രേക്കിന് എടുത്ത 10 മിനിറ്റ് കഴിഞ്ഞ് 11ാമത്തെ മിനിറ്റ് ആണ് കുട്ടി അപ്പുറത്തെ ചെക്കൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് കട്ടെടുത്തതെങ്കിൽ എനിക്കത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത് 10 മിനിറ്റ് ടീ ബ്രേക്ക് ആണ്. 11ാമത്തെ 15ാമത്തെ മിനിറ്റ് എന്റെ കണക്കിൽ പെടുന്നതല്ല. അപ്പൊ എന്തുണ്ടാവും? കുട്ടി എപ്പോഴും ബിസ്ക്കറ്റ് കട്ടെടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് ചാർട്ടിൽ എഴുതാൻ പറ്റില്ല. അതാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഇനി മൊമെന്ററി സാമ്പിളിംഗ് എന്ന് പറയുന്നത്, നമ്മളൊരു ഇന്റർവെൽ നിശ്ചയിച്ചു 10 മിനിറ്റ്. നമ്മുടെ ഏറ്റവും എളുപ്പം ഉദാഹരണം ടൈം ഔട്ട് കൊടുക്കില്ലേ, നമ്മൾ 5 മിനിറ്റ് ടൈം ഔട്ട് കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയില്ലേ. ഈ 5 മിനിറ്റ് ഇടപെട്ട് നമ്മൾ ടൈം ഔട്ട് കൊടുക്കണ്ടെന്ന് വിചാരിക്കാം. ഈ 5 മിനിറ്റ് കുട്ടി മിണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുട്ടി എന്താ പറയാ, അല്ലെങ്കിൽ ആ 5 മിനിറ്റ് 4.5 മിനിറ്റ് ആയപ്പോഴേക്ക് കുട്ടി പ്രശ്നം ഉണ്ടാക്കി. ഇതെല്ലാം ചാർട്ട് ചെയ്യണതാണ്. വെദർ ഓർ നോട്ട് ബിഹേവിയർ ഒക്കെ റൈറ്റ് അറ്റ് ദ മൊമെന്റ് അറ്റ് എന്താ ഇന്റർവെൽ എലാപ്സ്ഡ്. ഇതാണ് നമ്മൾ മൊമെന്ററി സാമ്പിളിങ്ങിൽ നോക്കുന്നത്. അടുത്ത സ്ലൈഡ്. മെയിൻ ഏരിയ എന്ന് പറയുന്നത് അസസ്മെന്റ് ഉണ്ട്, സ്കിൽ അക്വിസിഷൻ ഉണ്ട്, ബിഹേവിയർ മാനേജ്മെന്റ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ 40 മണിക്കൂർ ട്രെയിനിങ്ങിൽ വരുന്ന വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്. ഇതിന്റെ പേര് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അതിലെന്താ ഉദ്ദേശിക്കുന്നത്. അസസ് ചെയ്യുക, കുട്ടിയുടെ നീഡ് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്കിൽ അക്വിസിഷൻ, എന്താണ് കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി പഠിച്ചത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ബിഹേവിയർ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യും. ഇനി ഇതിനെല്ലാം നമുക്ക് അറിഞ്ഞ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. എത്തിക്സ് ഉണ്ട്, കുട്ടിയോട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു അബാറ്റ് എന്ത് ചെയ്യാം, ഒരു RBT എന്ത് ചെയ്യാം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ഒരു 10 ദിവസം ഒബ്സർവ് ചെയ്തിട്ട് തോന്നുകയാണ് ഈ കുട്ടിക്ക് നാളെ മുതൽ OT കൊടുത്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ OTയിൽ ഒരു പ്രത്യേക എക്സസൈസ് കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, എന്റെ ഇഷ്ടത്തിന്, ഞാനൊരു അബാറ്റ് ആണെങ്കിൽ എന്റെ ഇഷ്ടത്തിന് അത് ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഈ ഒബ്സർവേഷന്റെ ഇടയിൽ പാവം വിശന്നിട്ടാണ് തോന്നുന്നു ഇത്രയും നേരം കരയണം, എന്നാൽ കുറച്ച് ഭക്ഷണം കൊടുത്തു നോക്കാം, ബിസ്ക്കറ്റ് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നേരത്തെ എഴുതിയ ഡാറ്റ ഇല്ലേ, ഇന്റർവെല്ലിലെ ഒബ്സർവേഷന്റെ സമയമില്ലേ, അതിന്റെ ഇടയിൽ പോയി നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇത് റാൻഡം എക്സാമ്പിൾ പറഞ്ഞത്. അതായത് വി കാൻ ജസ്റ്റ് ഡിസൈഡ് ഓൺ വാട്ട് ടു ഡു. അതിന് കുറെ മാൻഡേറ്ററി ടൂൾസ് ഉണ്ട്. അടുത്ത സ്ലൈഡ്. അസസ്മെന്റ് ആസ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയറിന്റെ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുക. ഇനി പ്രിഫറൻസ് അസസ്മെന്റ് എന്ന് പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടോ? പ്രിഫറൻസ് അസസ്മെന്റ് എന്തിന്റെ പ്രിഫറൻസ് ആവും? ഇല്ല. റീഎൻഫോഴ്സ്മെന്റിനെ കുറിച്ചിട്ട് അലീന നേരത്തെ പറഞ്ഞല്ലോ. റീഎൻഫോഴ്സ്മെന്റ് എന്താണ് കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടിയുടെ പ്രിഫറൻസ് നമ്മൾ ചോദിക്കും. ഓക്കെ, എങ്ങനെ കുട്ടിയോട് ചോദിച്ചാൽ പറയോ? കുട്ടിയോട് ചോദിച്ചാൽ പറയില്ലല്ലോ. എങ്ങനെ നമ്മൾ അറിയാൻ പറ്റും കുട്ടി എന്താ പ്രിഫർ ചെയ്യുന്നത്?
അതിനാണ് ഈ പറഞ്ഞ താഴത്തുള്ള ചില മെത്തേഡ്സ് നോക്കുന്നത്. ഒരു സെക്കൻഡ്, ഐ എം ട്രൈങ് ടു ഫൈൻഡ് എ ലിങ്ക് ഫോർ യു ടു സീ ഹൗ ഇസ് ഇറ്റ് ഡൺ. അതെ, ജിംസൺ, ഞാനൊരു യൂട്യൂബ് ലിങ്ക് അയച്ചു തന്നാൽ അത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ ചുമ്മാ? അയച്ചോളൂ വാട്സാപ്പിലേക്ക്. ശരി, മീൻടൈം ഐ വിൽ സ്റ്റാർട്ട് എക്സ്പ്ലെയിനിങ് ആൻഡ് സോ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. വാട്സാപ്പിൽ ചെയ്യാം. ഞാൻ ഇത്രയും നേരം പറയാൻ കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ കണ്ടാൽ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ജിംസൺ അത് ഷെയർ ചെയ്യാൻ നോക്കണം വരെ ഞാൻ അതിൽ ഇപ്പൊ സ്ലൈഡിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുറെ ടോയ്സ് നമ്മളിപ്പോ ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടിയുടെ പാരന്റിനോട് ചോദിക്കും കുട്ടിക്ക് പൊതുവേ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്നൊക്കെ. ഓക്കെ, അപ്പൊ അതാ ഇവിടെ സ്റ്റിമുലസ് പ്രിഫറൻസ് അസസ്മെന്റ്സ് ആണ് നമ്മൾ നോക്കണം. സിംഗിൾ ഐറ്റം പ്രിഫറൻസ്, കുറച്ചൊന്ന് പ്രിഫറൻസ് അസസ്മെന്റ് എങ്ങനെയാ ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത് നിങ്ങള്. Data collection. Hello, Robert Perry Cruz back again, and welcome to the training video on preference assessments. This video serves, as with all of our videos on implementing skills, this serves as part one of your training. Leading up to this training, you will remember in the future. So food, social interaction, runners, those stimuli, which show the students strong predictor of reinforcers. Or അത് മ്യൂട്ട് ചെയ്തിട്ട് അവരൊരു ടേബിളിന്റെ അപ്പുറം ഇരിക്കുന്ന ഒരു പാർട്ട്, കുട്ടിയുടെ അടുത്തിരിക്കുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ട് എക്സാക്ട്ലി ഇത് കണ്ടുവോ? കുട്ടിയുടെ മുന്നിൽ നമ്മള് ആൾക്ക് പലതരം സാധനങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. ആള് അവിടെ ഡേറ്റ നോട്ട് ചെയ്യുന്നുണ്ട്. അത് റീപ്ലേസ് ചെയ്തു, മറ്റു രണ്ട് സാധനങ്ങൾ കൊടുക്കാണ്. രണ്ടെണ്ണം, അതായത് പെയർഡ് ആയിട്ട് ചോയ്സ് കൊടുക്കുമ്പോ കുട്ടി ഏതാ പ്രിഫർ ചെയ്യുക എന്നുള്ളത് അത് ആളവിടെ അപ്പൊ തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. You can see him writing down everything while he is doing it. വെറുതെ കൊടുക്കല്ല. Now he'll take up the pen. See? എത്ര നേരം എൻഗേജ് ചെയ്തു എന്നുള്ളതെല്ലാം പ്രിഫറൻസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഓക്കെ ജിമ, താങ്ക് യു. ഇങ്ങനെ സിംഗിൾ ഐറ്റം, ഒരു ഐറ്റം വെച്ച് അത് ഒരു സാധനം കൊടുക്കുമ്പോൾ, ഒരു ടോയോ ഒരു ക്യാൻഡിയോ കൊടുക്കുമ്പോൾ ആ കുട്ടി അത് ചൂസ് ചെയ്യുന്നുണ്ടോ, അത് കുട്ടി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കും. ആക്ച്വലി ഇതെല്ലാം കുട്ടികൾക്ക് അനുസരിച്ചും, കുട്ടികളുടെ സ്പെക്ട്രത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ സിവിയറിറ്റിക്ക് അനുസരിച്ചും ഒക്കെ നമ്മൾ ഈ പ്രിഫറൻസ് അസസ്മെന്റ് എന്താ വേണ്ടതെന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മളുടെ ഇൻ ദ സെൻസ് ഒരു അഡാപ്റ്റഡ് ചോയ്സ് അല്ല, ഒരു BCBA അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറുടെ ചോയ്സ് ആണ്. സൂപ്പർവൈസർ എന്താണോ പറയുന്നത് നമ്മളത് ചെയ്ത് നമ്മളെ പ്രിഫറൻസ്, കുട്ടിയുടെ പ്രിഫറൻസ് നമ്മൾ അസസ് ചെയ്യും. പല പല സാധനങ്ങൾ കൊടുത്തിട്ട് മൾട്ടിപ്പിൾ സ്റ്റിമുലസ് ചെയ്യും. പെയർഡ് ആയിട്ട് നിങ്ങളിപ്പോ കണ്ട പോലെ രണ്ട് സാധനങ്ങൾ കൊടുത്തിട്ട് ചെയ്യാം. ഒരു സാധനം മാത്രം കൊടുത്ത് അതിനോട് എങ്ങനെയാണ് കുട്ടി റെസ്പോണ്ട് ചെയ്യണത് എന്നുള്ളതൊക്കെ നോക്കാം. അടുത്ത സ്ലൈഡ്. ഇതിന് ഉപയോഗിക്കുന്നത് ഈ അസസ്മെന്റിലേക്ക് വരുമ്പോ നമുക്കിതാ ഈ VB മാപ്പിംഗ്, ABLLS, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഇത്തരം എന്താ പറയാ അസസ്മെന്റ് ടൂള് വെച്ചിട്ട് അവർ അസസ്മെന്റിന് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വിശദമായിട്ട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കും. ഇതൊന്നും അല്ലാത്ത മറ്റൊരു സാധനമാണ് ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ഓരോ കുട്ടിക്കും അനുസരിച്ചിട്ട് പ്രൊസീജിയേഴ്സ് വ്യത്യാസം ഉണ്ടാവും. എന്ത് സ്കില്ലാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടും ഇതിൽ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വ്യത്യാസം ഉണ്ടാവും. അടുത്ത സ്ലൈഡ്. ഞാൻ റൺ ചെയ്യാണ്, കാരണം ലിജിയുടെ സമയമാണ് ഞാൻ എടുക്കുന്നത്. സോറി. ഇതിൽ എപ്പോഴും നമ്മൾ പ്രിഫറൻസ് അസസ് ചെയ്യുമ്പോഴും എന്ത് സ്കില്ല് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഒരു ബേസ് ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. അതായത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ
ആ കുട്ടിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സ്കിൽ എന്താണ്. ഇപ്പോ പെന്നും പെൻസിലും നമ്മൾ കുട്ടിക്ക് മുന്നിൽ വെച്ചു കൊടുത്തു, പിക്കപ്പ് എ പെൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൻ എടുക്കൂ എന്ന് പറയുമ്പോൾ ഇതിൽ പെൻ ഏതാണ് പെൻസിൽ ഏതാണെന്ന് കുട്ടിക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കലാണ് നമ്മളെ ലക്ഷ്യമെങ്കിൽ, ആ കുട്ടി നമ്മൾ പെണ്ണെടുക്കൂ എന്ന് പറഞ്ഞ ഉടനെ പെണ്ണെടുത്താൽ നമുക്കറിയാം കുട്ടിക്ക് പെൻ എന്താണെന്നുള്ള അറിയാം. അപ്പൊ നമ്മുടെ ഗോൾ എന്താവണം, അതിന് തൊട്ട് മുകളിലുള്ളതായിരിക്കണം. അപ്പൊ ഓൾറെഡി കുട്ടിക്ക് എന്തറിയാം എന്നുള്ളത് ബേസ് ലൈൻ ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ പ്രോവ് ചെയ്ത് കണ്ടുപിടിച്ചാലേ നെക്സ്റ്റ് ലെവലിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇനി ഈ ABA ടെക്നിക്സ് തന്നെ, ഇപ്പോ ഞാൻ ഇതേ പറഞ്ഞ ഉദാഹരണത്തിന് ഒരു പെണ്ണെടുക്കൂ എന്ന് പറയുമ്പോൾ പെണ്ണെടുത്ത് കഴിയുമ്പോൾ ആ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ഒന്നും ചെയ്യാതെ അത് ജസ്റ്റ് നോട്ട് ചെയ്യുന്ന രീതിയുമുണ്ട്. അത് എനിക്ക് തോന്നുന്നു സൂപ്പർവൈസറുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും. ചിലവർ ബേസ് ലൈൻ സ്കിൽസിനെ റീഇൻഫോഴ്സ് ചെയ്യും, ചിലവർ ബേസ് ലൈൻ സ്കിൽസിനെ റീഇൻഫോഴ്സ് ചെയ്യില്ല. അതെല്ലാം നിങ്ങളുടെ സൂപ്പർവൈസർ എങ്ങനെയാണ് പറയാനുള്ളതിനനുസരിച്ചിരിക്കും. ഫങ്ഷണൽ അസസ്മെന്റ്, ഓരോ ബിഹേവിയറിനും എന്ത് കാരണമാണ് ആ ബിഹേവിയർ ഉണ്ടാവുന്നത്, ആ ബിഹേവിയർ കൊണ്ട് ആൾക്ക് എന്ത് ഗുണമാണ്, കുട്ടിക്ക് എന്ത് ഗുണമാണ് കിട്ടണത് എന്നുള്ളതിന്റെ ഒരു അസസ്മെന്റ് നടത്തലാണ് ഫങ്ഷണൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ പറയുന്നത് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അതൊരു ഫുഡ് ലോങ് പ്രൊസീജിയർ ആണ്. പിന്നെ ABC ഡാറ്റ, ആന്റിസിഡന്റ്, ബിഹേവിയർ, കോൺസിക്വൻസ്. ഡാറ്റ എടുത്തതിന് ശേഷം ഒരു ബിഹേവിയർ നടക്കണതിന്റെ മുന്നേ എന്തുണ്ടായി, അതിന് ട്രിഗർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ട്രിഗർ വ്യത്യാസം വരുമ്പോൾ ബിഹേവിയറിന് വ്യത്യാസം വരുന്നുണ്ടോ, അതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളോ കോട്ടങ്ങളോ എന്താണ്, അതെന്താണ്, അതിൽ വ്യത്യാസം വരുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. പൊതുവേ കാണാറുള്ള ആന്റിസിഡൻസ് എന്ന് പറയുന്നത് എന്താ പറയാ, അറ്റൻഷൻ ഇല്ലാതിരിക്കുക, ഒരു സാധനം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക, അവോയ്ഡൻസ് ബിഹേവിയർ ആണെന്നൊക്കെ ഇപ്പൊ പറയില്ലേ. അതേപോലെ ഇഷ്ടമില്ലാത്ത ആക്ടിവിറ്റി ആണെങ്കിൽ ചില ബാഡ് ബിഹേവിയേഴ്സ് കാണിക്കും. ഇതൊക്കെയാണ് പൊതുവെ ഉണ്ടാവാറ്. നെക്സ്റ്റ്, ഇനി ഇതില് നമുക്ക് വെറുതെ അങ്ങോട്ട് എന്താ പറയാ പ്ലാൻ അങ്ങോട്ട്, എന്റെ ലാസ്റ്റ് സ്ലൈഡ് ആണ്, നെക്സ്റ്റ് ലിജി വിൽ ബി ടേക്കിംഗ് ഓവർ. നമുക്ക് ഇതുവരെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്, കുട്ടിയെ കണ്ടു, റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ സൂപ്പർവൈസറിന് കൊടുത്തു, ഫങ്ഷണൽ ബിഹേവിയർ അതായത് എന്താ പറയാ അസസ്മെന്റ് ചെയ്തു, എന്നിട്ട് ബിഹേവിയർ അനാലിസിസ്, ഫങ്ഷണൽ ബിഹേവിയർ അനാലിസിസ് ചെയ്തു, എന്നിട്ട് ബിഹേവിയർ എങ്ങനെ ഉണ്ടാവും, എന്താണ് ആ കുട്ടിക്ക് അതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ സൂപ്പർവൈസർ അത് ഈ ബിഹേവിയർ മാറ്റാൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനാണ് നമ്മൾ പ്രിഫറൻസ് അസസ്മെന്റ് നടത്തിയത്. ഏത് ടൈപ്പ്, എന്ത് റീഎൻഫോഴ്സ്മെന്റ് ആണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ കൊടുക്കണം, ഇതെല്ലാം നമ്മൾ പിന്നീട് തീരുമാനിക്കും. അപ്പോൾ ഇതിൽ ടീച്ചിങ് പ്രൊസീജിയർ എന്താണ്, മെറ്റീരിയൽ എന്താണ്, കുട്ടിയുടെ ലേണിംഗ് എൻവയൺമെന്റ് എങ്ങനെയാവണം. ഉദാഹരണത്തിന് സ്പീച്ച് തെറാപ്പിസ്റ്റുകളൊക്കെ യൂഷ്വലി റിക്വസ്റ്റിംഗ് എന്ന് പറയാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് വേണമെങ്കിൽ കുട്ടിയെ കൊണ്ട് താന്ന് പറയാതെ തരുള്ളൂ എന്ന് പറയാം. അത് പലതും ആവാം, കുട്ടി തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാവാം, നമ്മളെ ഇവിടുത്തെ കളിസാമാനങ്ങളാവാം, എന്തുവാം. ഇതില് ഈ പാലകുപ്പിയാണെന്ന് ഇരിക്കട്ടെ, കുട്ടിയുടെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ കുട്ടിയും തെറാപ്പിസ്റ്റ് ഇരിക്കുന്ന ടേബിളിൽ കുട്ടിയുടെ കൈ എത്തണോടത്ത് പാലും കുപ്പി ഉണ്ടെങ്കിൽ കുട്ടി താന്ന് പറയോ? കുട്ടിക്ക് കൈ എത്തണോടത്തല്ലേ പാലും കുപ്പി ഇരിക്കണത്? ഇല്ല, നേരെ പോയി പാലും കുപ്പി എടുക്കില്ലല്ലോ. അതിനാണ് നമ്മൾ ലേണിംഗ് എൻവയൺമെന്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. ഈ സാധനം കുട്ടിക്ക് കൈ എത്താത്തോടത്താവണം. കുട്ടീനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ പറ്റരുത്. അപ്പോഴേ പറയാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റന്റ് വരുള്ളൂ. അപ്പോൾ ഇത് ലേണിംഗ് എൻവയൺമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഈ ഗോളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്ട്രക്ഷൻ എന്താവണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലാണോ ഇൻസ്ട്രക്ട് ചെയ്യണത്, ഇംഗ്ലീഷിലാണോ ഇൻസ്ട്രക്ട് ചെയ്യണത്, എത്ര വാക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയാണ്, അതോ ആക്ഷൻ കൂടിയാണോ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയി റിട്ടൺ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇനി ടാർഗറ്റ് റെസ്പോൺസ് എന്താണ്? സെയിം എക്സാമ്പിൾ, നമ്മൾ പാലും കുപ്പി, കുട്ടി താന്ന് പറയണം, നമ്മൾ പാലും കുപ്പി എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുക്കണം. ഇതിന്റെ റെസ്പോൺസ് എന്താ? താന്ന് കുട്ടി പറയണം എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസ്. അപ്പൊ എന്താണ് കുട്ടി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഇത്രയാണ് ABAയുടെ ബേസിക്സ് ആയിട്ട് ഞാൻ 1 മണിക്കൂറിനുള്ളിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ വൈഡ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസും വൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് അബാറ്റർ ട്രെയിനിങ്ങിൽ ഉണ്ടാവുക. ബാക്കി കോഴ്സിനെ കുറിച്ചിട്ടുള്ളതും, ഇനി ഇത് എങ്ങനെ പഠിക്കുക,
എവിടെ പഠിക്കുക, എന്താ അതിന് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ചെയ്യാം, ഇത് പഠിച്ചോണ്ട് എന്താ ഗുണം, ഈ ടൈപ്പ് പരിപാടികളെല്ലാം ലിജി പറഞ്ഞു. സോ ദാറ്റ്സ് മീ. താങ്ക് യു. ലിജി തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഇനീഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരുപാട് പേർക്ക് AB എന്താന്ന് അറിയണം എന്നുള്ളത്. അപ്പൊ ആ ഒരു പാർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം എവറിബഡി. പക്ഷെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്റെ അറിവിന്റെ പരിമിതി വെച്ച് നമുക്ക് മനസ്സിലായതിനനുസരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അതിന് ഉത്തരം പറയാം. എനിക്ക് തോന്നുന്നു നമ്മൾ 4:40 ആവാറായി. അപ്പോൾ അടുത്ത സെറ്റും കൂടി കഴിഞ്ഞിട്ട് വിൽ ജസ്റ്റ് ഓപ്പൺ ഫോർ ക്വറീസ്. അതാവും നന്നാവാം. ഞാൻ എങ്ങോട്ട് പോണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അവസാനം ക്വറീസ് എടുക്കാം. ഓക്കെ, ലിജി സ്റ്റാർട്ട്. ഓക്കെ. അപ്പൊ നമ്മളിപ്പം ഈ തിയറിറ്റിക്കൽ ബേസ് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയും കുറച്ചും കൂടി ഇൻഡെപ്ത് ആണ്. ഇപ്പൊ നമ്മള് ഒരു BSc ആൻഡ് MSc സൈക്കോളജി കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ ഏത് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി ഏത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് റിസോഴ്സസ് വഴി നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറി നമ്മൾ സർട്ടിഫിക്കേഷൻസ് കഴിഞ്ഞാലും അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നെക്സ്റ്റ് ഏതൊരു ഇൻസ്റ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര പേര് ഈ അബാട്ടൺ RBT അല്ലെങ്കിൽ IBT ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഈ ഗ്രൂപ്പിൽ? ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തതിൽ എത്ര പേര് ഇത് ഈ സർട്ടിഫിക്കേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ അവർക്കുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്. കാരണം ഇപ്പം സൈക്കോളജിക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞാലും PG കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സർട്ടിഫിക്കേഷൻസ് ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്കൊരു RC രജിസ്ട്രേഷൻ കിട്ടണമെന്ന് നമ്മളൊരു RC ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നമുക്കൊരു സർട്ടിഫിക്കേഷൻ ലെവലിൽ നമുക്ക് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും വർക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടും നമ്മുടെ സബ്ജക്റ്റിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമ്മളെ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിൽ വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പറഞ്ഞു. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രാഫ് നോക്കണം, എല്ലാം ഇൻഡെപ്തായിട്ട് നമ്മൾ അതിലേക്ക് പോകണം എന്നുള്ളത്. ആക്ച്വലി അത് തന്നെയാണ് ആ എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ തെറപ്പി ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ വെറുതെ നമ്മൾ കുട്ടീനെ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 days ചെയ്യുന്നു, 3 days ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അത് ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മളൊരു തെറപ്പി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനും കുറച്ച് പ്രോട്ടോകോൾസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതും മാം ഓൾറെഡി സൂപ്പർവൈസറുടെ പാർട്ടും മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് ഈ സർട്ടിഫിക്കേഷൻസിൽ വരുമ്പോഴത്തേക്ക് എൻട്രി ലെവലാണ് ഇപ്പൊ നമ്മൾ പറയണത്. അതായത് മോസ്റ്റ്ലി എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് അബാട്ട് ഓർ IBT ആണ്. കാരണം RBT ഇപ്പൊ നമുക്ക് കറന്റ്ലി ഇല്ല. അപ്പം അബാറ്റ് ആൻഡ് IBT ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു എൻട്രി ലെവൽ മാത്രമാണ്. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് പോവോ? അപ്പം അബാറ്റൻ ഇതിൽ എൻട്രി ലെവലാണ്. ഇതിൽ നമുക്ക് മിനിമം ഒരു +2 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് പോകാം. നമുക്ക് അറിയാം യൂഷ്വലി ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കിതിൽ അത്യാവശ്യം നോളജിന് ആവശ്യമുണ്ട്. കുട്ടികളായിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ എല്ലാവരും ആണെന്നുണ്ടെങ്കിലും നമുക്കതിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് വേണം, നമുക്കറിയാം. പക്ഷെ ഇതിൽ നമുക്ക് ഈ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസിൽ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ASD-ലാണ്. ASD പ്ലസ് ഡൗൺസ് അങ്ങനെയുള്ള ഡിസബിലിറ്റിയിലാണ്. പക്ഷെ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ASD-ലാണ്. അതുകൊണ്ട് അതിന്റെ കോർണോളജി അല്ലെങ്കിൽ മാത്രമാണ് അവർ കുറച്ചും കൂടി അതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മളിപ്പം RBT-ലാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവലാണ്. +2 നമുക്ക് ഉണ്ടായാൽ മതി. അതും നമുക്ക് ഇതൊരു സൂപ്പർവൈസറിന്റെ അണ്ടറിലായിരിക്കും നമ്മളത് പഠിക്കുക. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവും. ഓക്കെ, ഇതില് എത്ര പേര് BACB-നെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ BACB? ഇപ്പൊ നമ്മളെല്ലാരും അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് പഠിക്കുകയാണെന്ന് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. പക്ഷെ BACB ആണ് നമ്മുടെ ബിഹേവിയർ അനാലിസിസ് അല്ലെങ്കിൽ എന്താണെന്നും എങ്ങനെയാണെന്നും എങ്ങനെ വന്നു എന്നതിലെല്ലാം ബേസ് എന്ന് പറയുന്നത് ബിഹേവിയർ അനാലിസിസ് സർട്ടിഫിക്കേഷൻ ബോർഡ്. ഈ BACB ആണ് നമുക്ക് 1998 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. 2 decades ആയിട്ട് നമുക്ക് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് റീസെന്റ് 2 years ആയിട്ട് നമുക്ക് BACB എല്ലാ കൺട്രിയിലും നമുക്ക് ഒരുപോലെ യൂണിഫോമിറ്റി ആയിട്ട് നമ്മൾ തെറപ്പി ചെയ്യാന്നുള്ളത്. കാരണം ഇപ്പൊ സ്പീച്ച് തെറപ്പി അല്ലെങ്കിൽ ഒക്യുപേഷൻ തെറപ്പി എല്ലാം അവർ അതേ ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുന്നു, അത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. എന്നാൽ ബിഹേവിയർ തെറപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസ്റ്റേഴ്സും അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് സിലബസസ് ആയിരിക്കും പഠിച്ചിട്ട് വരിക.
അപ്പൊ നമുക്ക് ഒരുപോലെ നമുക്ക് ബിഹേവിയർ തെറപ്പി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഓരോ സെന്റേഴ്സിലും ഓരോ രീതിയിൽ തെറപ്പി ചെയ്യുന്നത്. അപ്പം ഈ ബിഹേവിയർ അനാലിസിസ് സർട്ടിഫിക്കേഷൻ ബോർഡിൽ അണ്ടറിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരേ സിലബസ് തന്നെ പഠിക്കുന്നു, ഒരേ രീതിയിൽ തന്നെ പ്രാക്ടിക്കലി ചെയ്യുന്നു, ഒരേ എക്സാം എഴുതി പാസ്സാവുന്നു. അത് ഇന്ന കൺട്രിയിൽ നിന്നില്ല, എല്ലാ കൺട്രികളും ഒരുപോലെ ചെയ്യണം. അപ്പം ഈ BACB നമുക്ക് 2022 ഡിസംബർ 31 കൂടി എല്ലാ കൺട്രിയിലും ബാൻ ചെയ്തു. പക്ഷേ സ്റ്റിൽ അതിൽ സർട്ടിഫിക്കേഷൻ എടുത്തവരെല്ലാം അതിൽ അങ്ങനെ തന്നെയാണ്. അതിൽ വരുന്ന ഒരു കാര്യമാണ് RBT, രജിസ്ട്രേഡ് ബിഹേവിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എൻട്രി ലെവൽ കോഴ്സാണ്. അത് ലാസ്റ്റ് 2022 ഡിസംബർ 31 കൂടി ക്ലോസ് ചെയ്തു. അതിന് പകരമായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ് ABAT ആൻഡ് IBT. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവോ? അതിൽ കൂടെ തന്നെ പറയാനുള്ളത്, നമ്മളിപ്പം RBT എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ കോഴ്സ് ആണെന്ന് പറഞ്ഞു. ആ എൻട്രി ലെവൽ കോഴ്സിന്റെ കൂടെ തന്നെ ഇവര് 3 ടയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നത്. അതായത് രജിസ്ട്രേഡ് ബിഹേവിയർ ടെക്നീഷ്യൻ, ബോർഡ് ഓഫ് സർട്ടിഫൈഡ് അസിസ്റ്റന്റ് ബിഹേവിയർ അനലിസ്റ്റും അതുപോലെ തന്നെ ബിഹേവിയർ അനലിസ്റ്റും. ഈ 3 കാറ്റഗറി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒരു RBTക്ക് ഒരു സൂപ്പർവൈസറുടെ ഒരു ഗൈഡൻസോട് കൂടി മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ബോർഡ് ഓഫ് സർട്ടിഫൈഡ് അസിസ്റ്റന്റ് ബിഹേവിയർ അനലിസ്റ്റിന് എന്ത് ചെയ്യാം? ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അവർക്ക് RBTസിനെ ഗൈഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതിന്റെയും തൊട്ട് മുകളിലുള്ള ഒരു മാസ്റ്റേഴ്സ് ലെവലാണ് വരുന്നത് BACB എന്ന് പറയുന്നത്, ബോർഡ് ഓഫ് സർട്ടിഫൈഡ് ബിഹേവിയർ അനലിസ്റ്റ്. അത് മാസ്റ്റേഴ്സ് ലെവലിൽ വരുന്ന ഒരു കോഴ്സാണ്. അപ്പം ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഇപ്പം ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള 2 ഓർഗനൈസേഷൻ ആണ്. അത് 2024 നമുക്ക് വന്നിട്ടുള്ള 2 ഓർഗനൈസേഷൻസ് ആണ്, ക്വാബയും അല്ലെങ്കിൽ IBO, അതായത് ഇന്റർനാഷണൽ ബിഹേവിയർ അസോസിയേഷനും ക്വാളിഫൈഡ് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ്. ഇത് രണ്ടിലും വരുന്നത് ഇതിൽ സെയിം ഈ QABAയിൽ വരുന്നതിനകത്ത് 3 കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ IBAOയില് 2 കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ IBA, അതായത് ഇന്റർനാഷണൽ ബിഹേവിയർ അനലിസ്റ്റും ഇന്റർനാഷണൽ ബിഹേവിയർ തെറപ്പിസ്റ്റും. ഈ 2 കോഴ്സാണ് IBAO പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കമ്പാരിറ്റീവ്ലി എല്ലാവരും കംപ്ലീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ABAT അല്ലെങ്കിൽ QASP അല്ലെങ്കിൽ QB ആണ്. കാരണം IBA അക്രഡിഷൻ അവൈറ്റിംഗ് ആയിട്ട് നിൽക്കുവാണ്. അപ്പം ABATിലേക്കാണ് എല്ലാവരും മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 കോഴ്സിനെ പറ്റിയിട്ടും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ABAT എന്നുള്ള കോഴ്സ് നമ്മൾ ഇതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ABAT സർട്ടിഫിക്കേഷൻ, നമുക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് IB എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് IBAOയിലുണ്ട്. കാരണം നമുക്ക് ഓൾറെഡി ഈ 3 കോഴ്സസിനും ഒരേ സിലബസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ABAT കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് IBTയും നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. IBT എടുത്തിട്ട് നിങ്ങൾക്ക് ABAT എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഗെയിൻ ഒരു ബ്രിഡ്ജ് കോഴ്സും കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നത് ABAT എടുക്കുക ചെയ്യുന്നത്. എൻട്രി ലെവലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ABAT എടുക്കുക. അല്ല നിങ്ങൾ അണ്ടർ ഗ്രാജുവേഷൻ ലെവലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ QASP എടുക്കുക. ഇല്ല നിങ്ങൾ മാസ്റ്റേഴ്സ് ലെവലാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ QB എടുക്കുക. ഇതിലിപ്പോ നിങ്ങൾ സ്പീച്ച് തെറപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവാം. അവർക്ക് നിങ്ങളുടെ കുട്ടീനെ അല്ലെങ്കിൽ നിങ്ങൾ തെറപ്പി എടുക്കുന്ന കുട്ടികളുടെ ബിഹേവിയേഴ്സ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ബിഹേവിയർ തെറപ്പി യൂസ് ചെയ്യുന്നതാണ്. സോ നിങ്ങളിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻ ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനല്ല, നിങ്ങൾക്ക് ഇതിലത്തെ തെറപ്പിയിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ABAT എടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഒരു സൈക്കോളജി മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ ഉള്ള കുട്ടികൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി QASPയോ QBയോ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഒരു മാസ്റ്റേഴ്സ് ലെവലും അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ലെവലുള്ള കോഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി, അതായത് നമ്മൾ ഒരു തെറപ്പിസ്റ്റ് എന്നുള്ള കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് പ്രാക്ടീഷണർ ആവുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് QASP വഴിയും QBA വഴിയും. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സൂപ്പർവൈസറിന്റെ ഗൈഡൻസോട് കൂടി, ഇപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സൂപ്പർവൈസറുടെ ഒരു ഗൈഡൻസ് നമുക്ക് എപ്പോഴും വേണ്ടി വരും. അപ്പം നമ്മള് QASPയും QBയാണ് സൈക്കോളജിക്കാർക്ക് കുറച്ചും കൂടി മുന്നോട്ട് വരാൻ പറ്റുന്നത്. IBT എടുത്താൽ ABAT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, പക്ഷെ ഒരു ഗൈഡൻസ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും. ഇനി നമ്മള് IBTയിലും നമ്മളിപ്പം ABATന്റെ സർട്ടിഫിക്കേഷൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. സെയിം സാധനം തന്നെയാണ് നമുക്ക് IBTക്ക് വരുന്നത്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മാറ്റങ്ങളും ഇതിന്റെ കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് കുറച്ച് ജനറൽ റിക്വയർമെന്റ്സ് അവർ പറയുന്നുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് റിക്വയർഡ് ആയിട്ടുണ്ട്, വർക്ക് എക്സ്പീരിയൻസ് വേണം. പിന്നെ നമ്മൾ ഇതിന് ഈ സൈറ്റ് നമ്മുടെ QABAയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എൻറോൾ ചെയ്യണം. നമ്മൾ റിട്ടേൺ എക്സാം പാസ് ചെയ്യണം. അതുപോലെ തന്നെ ഓൺ ഗോയിങ് സപ്പോർഷൻ, നമ്മളിപ്പോ എക്സാം എഴുതി പാസ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടിയാലും നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് എവറി ഇയർലി നമ്മൾ 2 ഇയർ ആണോ 1 ഇയർ ആണോ എന്താണോ നമ്മുടെ ഓർഗനൈസേഷൻ പറയുന്നത്
അത് വെച്ച് നമ്മൾ RC റിന്യൂ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അതിൽ ഉപരി നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർവൈസറുടെ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറിന്റെ അടുത്ത് എപ്പോഴും നമ്മൾ മന്ത്ലി സൂപ്പർവിഷൻ ആണോ അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ സൂപ്പർവൈസർ നമ്മളെ ഗൈഡ് ചെയ്തിട്ടുള്ളത്. ഇവൻ നിങ്ങളൊരു ഡിഫറെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്, സൂപ്പർവൈസറിന്റെ അണ്ടറിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ല, നിങ്ങളൊരു ABA സെന്ററിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സൂപ്പർവൈസറുടെ ഗൈഡൻസ് ആവശ്യം വരും. അപ്പൊ ആ ഓൺഗോയിങ് സൂപ്പർവിഷൻസും ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. നെക്സ്റ്റ് സ്ലൈഡിൽ പോവോ. അപ്പം അതില് ബേസിക് ആയിട്ട് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അബാറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ 18 years old ആയിരിക്കണം, നമുക്കൊരു ഡിപ്ലോമ അതായത് +2 കഴിഞ്ഞിരിക്കണം, പിന്നെ 40 hours ABA കോഴ്സ് വർക്ക്. ഇപ്പൊ മാം ഇത്രയും ഒരു 1 hour സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒരു 40 മണിക്കൂറിൽ നമുക്ക് പഠിക്കണം. ഡീറ്റെയിൽ ആയി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കണം. അത് പഠിക്കണമെന്നിരുന്ന മാസ്റ്റേഴ്സ് ലെവൽ, അതായത് ഇപ്പോൾ ഒരു BCBA അല്ലെങ്കിൽ BCABA ആണ് നമുക്ക് ഈ ക്ലാസ് എടുക്കുക. അപ്പം അവരുടെ അണ്ടറിൽ നമ്മൾ ഈ ഒരു 40 hours ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിൽ നമുക്ക് ട്രെയിനിങ് സെന്റേഴ്സ് എവിടുന്നെങ്കിലും ആരെങ്കിലും നമുക്കത് പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മുടെ ഓർഗനൈസേഷനിൽ ഓരോ അക്രഡിറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സ് ത്രൂ തന്നെ നമ്മൾ ഈ സർട്ടിഫിക്കേഷൻസ് നമ്മൾ ഈ 40 hours സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈൻ മോഡും ഓഫ്ലൈൻ മോഡും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ മാസ്റ്റേഴ്സ് ലെവൽ അവർ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, നമുക്ക് സർട്ടിഫൈ ചെയ്യുന്നത് ആരാണെന്നെല്ലാം. അപ്പം അവർ ത്രൂ മാത്രമേ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ മോഡായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ BACBയുടെ കാര്യം ഞാൻ പറഞ്ഞു, BACB നമുക്ക് ഡയറക്റ്റായിട്ട് US മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവൻ UK US ഇപ്പൊ സ്റ്റിൽ 2026 മാത്രമേ അവരവിടെ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഡയറക്ട്ലി നമുക്ക് വേണമെങ്കിൽ പോയിട്ട് US പോയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സിന്റെ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് പഠിച്ച് നമുക്ക് സർട്ടിഫിക്കേഷൻസ് നേടാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ പ്രൊഫഷനാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ മോഡിൽ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ കറന്റ് ഏത് കൺട്രിയിലുള്ളവർക്കും ഒരുപോലെ ഈക്വലി നമ്മളെല്ലാം ഒരുപോലെ പഠിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഏത് സെന്റേഴ്സ് നിന്ന് വേണമെങ്കിലും നമുക്കിത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ് പോവോ. പിന്നെ ഈ കോഴ്സ് ഹലോ മാം, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് 5 മണിക്ക് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കും ഇന്നൊരു ദിവസത്തേക്ക്? ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരുന്നതായിരിക്കും. നമ്മൾ ഈ കോഴ്സ് സർട്ടിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു നമുക്ക് 40 hours ആണ് ഉള്ളത് എന്നുള്ളത്. ഈ 40 hoursന് ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. നമുക്കിപ്പം ഒരു 6 months ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഈ 40 hours കംപ്ലീറ്റ് ചെയ്യാം. ഇല്ല അല്ലെങ്കിൽ ഒരു 1 year കംപ്ലീറ്റ് ചെയ്യുന്നത് 1 year കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ഏത് സെന്ററിനാണോ നിങ്ങൾ ഈ ട്രെയിനിങ് എടുക്കുന്നത് അതനുസരിച്ചിരിക്കും. അതിന്റെ കൂടെ നമുക്ക് 15 മണിക്കൂർ സൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം തിയറി മാം പറഞ്ഞു തന്നില്ലേ, ഈ തിയറി എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തും കൂടി കാണിച്ചു കൊടുക്കണം. നമുക്ക് ഈ ഓരോ ടെക്നിക്സും അറിയാൻ പറ്റും. അല്ലെങ്കിൽ റോൾ പ്ലേ ആയിട്ടോ അല്ലെങ്കിൽ ക്ലയന്റ് ആയിട്ടോ നമുക്ക് ഈ സൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പിറ്റൻസി, അതായത് നമ്മൾ പ്രാക്ടിക്കലി നമ്മളിത് ചെയ്യണം. കാരണം ട്രെയിനിങ് തിയറിറ്റിക്കലി എല്ലാം പഠിപ്പിച്ചു തരും, പ്രാക്ടിക്കലി നമ്മളെല്ലാം പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിട്ടേൺ എക്സാമിലേക്ക് പോകുന്നത്. പിന്നെ അതിന് കൂടെ നമുക്ക് വേണ്ട ഒരു കാര്യം, നമുക്ക് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മൾ അതിന്റെ അക്രഡിറ്റഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എക്സാം നമ്മൾ പാസ്സായ പിന്നെ അതിന്റെ റിന്യൂവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് റിന്യൂവൽ പ്രോസസ്സിംഗും നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൂടെ തന്നെ എത്തിക്സ് ഫോളോ ചെയ്യാന്നുണ്ട്. എവറി 2 year ആണ് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ റിന്യൂ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് ഇനി ഓരോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാലേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. എന്തെങ്കിലും എല്ലാ 2 years കൂടുമ്പോ റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയാസ് പിന്നെ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അതൊന്ന് പറയാമോ? ചെയ്യുന്നത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഇല്ല നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ കറന്റ്ലി നമ്മളിവിടെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ് പ്രൊവൈഡേഴ്സിനെ സെലക്ട് ചെയ്യാം. നമുക്ക് പരിചയമുള്ളവർ പറഞ്ഞു തന്നുള്ള സെന്റേഴ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അങ്ങനെ പോവാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ 2 സൈറ്റിലും, അതായത് QABയുടെ സൈറ്റിലും IBAയുടെ സൈറ്റിലും നമുക്ക് കോഴ്സ് പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും.
സൈഡിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് കൺട്രി വേണം എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ആ കൺട്രിയിൽ എന്തൊക്കെയാണ് അവർ കൊടുക്കുന്നത്, ഓൺലൈൻ മോഡാണോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന അബാറ്റ് ആണോ, QASP ആണോ, QB ആണോ എന്നൊക്കെ അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സെന്റേഴ്സ് പറയാം. നമുക്ക് ഇന്ത്യയിലുള്ളത് നോക്കാം. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞൊരു സെന്റർ ഉണ്ട് ഹൈദരാബാദ്. അവിടെ നമുക്ക് അബാറ്റും QASPയും കൊടുക്കുന്നുണ്ട്. പിന്നെ മാൻവ്യൂവേഴ്സ് നമ്മളെ കേരളത്തിൽ തന്നെയാണ്, അതിൽ അബാറ്റ് കൊടുക്കുന്നുണ്ട്. ജയിൽ സ്പെഷ്യൽ നീഡ്സ് ചെന്നൈ ആൻഡ് ബാംഗ്ലൂർ, അവിടെ അബാറ്റും QASPയും കൊടുക്കുന്നുണ്ട്, QBയും കൊടുക്കുന്നുണ്ട്. ജുവൽ ഓട്ടിസം സെന്റർ നമ്മുടെ കോട്ടയം, അവിടെ അബാറ്റ് കൊടുക്കുന്നുണ്ട്. ക്രിയ IBS സെന്റർ ന്യൂഡൽഹി, അവിടെ അബാറ്റും QASPയും QBയും കൊടുക്കുന്നുണ്ട്. പിന്നെ ബിഹേവിയർ മൊമെന്റം കോഗ്നിബിൾ ഇന്റർവെൻഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ ഇൻവേർഷൻസ് ചിൽഡ്രൻ ക്ലിനിക്, ഇവിടെ എല്ലാം നമുക്ക് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സെന്റേഴ്സിലും എല്ലാം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവരെന്തിലാണോ അക്രഡിറ്റഡ് ആയിട്ടുള്ളത്, ഇപ്പൊ അബാറ്റ് കൊടുക്കാൻ പറ്റുന്ന സെന്ററിൽ അബാറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ട്രെയിനിങ്. അപ്പം നിങ്ങൾ QASPയോ QBയോ ആണോ നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതത് സെന്ററിൽ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതില് നിങ്ങളുടെ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ട്രെയിനിങ്ങിന് മാത്രം ഇപ്പം കറന്റ്ലി നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് ഒരു 50,000 60,000 ഡിപ്പെൻസ് ഓൺ ദ സെന്റേഴ്സ് ആണ് അവര് കോസ്റ്റ് പറയുന്നത്. ഒരു എമൗണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഇത്ര എമൗണ്ടേ വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയണില്ല. ഡിപ്പെൻസ് ഓൺ ദ സെന്റേഴ്സ് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മൾ എല്ലാവർക്കും പറയണതും ചൂസ് ചെയ്യുന്നതും ദുബായ് ഓട്ടിസം സെന്ററും, പിന്നെ നമ്മുടെ സന്നദ്ധ അക്കാഡമി, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടിസം ഇന്റർവെൻഷൻ സ്പെഷ്യലിസ്റ്റ്, ഇവരൊക്കെയാണ് കുറച്ചും കൂടി. അതൊരു 40,000 ഇവർ ചെയ്തു തരും. ഒരു 40 hours നമ്മൾ ഈ 40,000 പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എങ്ങനെയാണ് മോഡ് ഓഫ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നുള്ള, ഓൺലൈൻ മോഡ് ആണെങ്കിൽ അതിന് സൂം മീറ്റിംഗ്സ് വീക്ക്ലി ആണോ അല്ല നമുക്ക് അല്ലെങ്കിൽ ഈവനിങ് ടൈംസിലാണോ ഡെയിലി ആണോ, അതൊക്കെ അവരുടെ ഒരു പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും എങ്ങനെയാണ് അവർ ആ 40 hours കൊടുക്കുന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കേഷൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ 40 hours നിങ്ങൾക്ക് ഏത് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അത് കുറച്ചും കൂടി നമുക്ക് കോസ്റ്റ് എങ്ങനെയാണ് കുറവുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ എവിടെയാണ്, കുറച്ചും കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സെന്റർ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അതിലിപ്പം UAE ഉള്ളത് ഇട്ടിട്ടുണ്ട്, US, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ഇത്രയും കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള കൺട്രീസിൽ കൊടുക്കുന്ന സെന്റേഴ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ നിങ്ങൾ ഏത് കൺട്രിയിലാണ് നിങ്ങൾ ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കൺട്രിയിലുള്ള സെന്ററിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇനി ഫെർദർ അവിടേക്ക് പോയി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ സെന്ററായിട്ട് കുറച്ച് മീൻസ് അവിടുത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അതനുസരിച്ചുള്ള കൺട്രീസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ ഇതില് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ബാക്കിയുള്ള ഇന്ത്യ, US, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ് ഈ സെന്ററിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സൂപ്പർവൈസേഴ്സും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനും എല്ലാ കാര്യങ്ങൾക്കും ആളുണ്ടായിരിക്കും. എക്സെപ്റ്റ് നമ്മുടെ US-ലുള്ളതിൽ ഞാൻ ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള US-ലുള്ള എല്ലാ സെന്റേഴ്സിലും കോസ്റ്റ് നമുക്കറിയാലോ, UST ആയത് കാരണം കുറച്ച് ഹൈ ആണ്. അപ്പം ഇതിൽ ഒപ്റ്റിമസ് നമ്മളെ റീത്തിങ് എഡ്യൂക്കേഷൻ എന്ന സെന്ററിൽ നമ്മള് സ്റ്റുഡന്റ് ഡയറക്ട്ലി നമ്മൾ പഠിക്കുന്ന ഒരു സെന്റർ ആണത്. അതായത് നമുക്ക് സ്റ്റുഡൻസ് ലോഗിൻ ചെയ്ത് നമ്മൾ തന്നെ പഠിക്കണം. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പേയ്മെന്റിൽ വ്യത്യാസമുണ്ട്. 10,000 ബിലോയെ നമുക്ക് ഇവിടെ ആവുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഒരു അസിസ്റ്റൻസും ഹെൽപ്പും ഉണ്ടാവില്ല. ഇവൻ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് അറിയുന്ന ആരുടെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ചെയ്ത് കഴിയാന്നുള്ളത് ഫസ്റ്റ്. നിങ്ങൾക്ക് അത് എവിടുന്ന് ചെയ്യുന്നു എന്നുള്ളതും ഒരു മാറ്റർ അല്ല. നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ 40 hours ട്രെയിനിങ് ഉണ്ടായിരിക്കണം. അത് അപ്രൂവ്ഡ് കോഴ്സ് പ്രൊവൈഡേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് കിട്ടുക എന്നുള്ളത്. സോ അപ്പൊ ഈ US-ലുള്ള ഒപ്റ്റിമസ് എഡ്യൂക്കേഷന്റെ അടുത്ത് എടുക്കുവാണെങ്കിൽ കുറച്ച് കോസ്റ്റ് കുറവാണ്, ഒരു 10,000 വരുന്നുള്ളൂ, ഏകദേശം അത്രയേ വരുന്നത്. ഇനി ചേഞ്ച് ആയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണം ഈ കോഴ്സ് പ്രൊവൈഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ തിയറിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ട് എല്ലാം നമുക്ക് സൂപ്പർവിഷനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ പ്രാക്ടിക്കലോ നമുക്ക് ഇവിടെ കിട്ടില്ല. നമുക്ക് കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ 40 hours തിയറിറ്റിക്കൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമാണ് നമുക്ക് ഈ കോഴ്സ് പ്രൊവൈഡേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവോ. അപ്പം നമ്മൾ ഈ കോഴ്സ് നമ്മൾ ഈ തിയററ്റിക്കൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്ന വെച്ചിട്ട് നമ്മൾ എൻറോൾ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ സൈറ്റിൽ, അതായത് നിങ്ങൾ IBAO-ലാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ QABL-ആണെങ്കിൽ അവിടെ ലോഗിൻ ചെയ്യണം. അപ്പൊ നമ്മൾ അതിന്റെ പാസ്വേഡ് യൂസർ ഐഡി ഉണ്ടാക്കി ലോഗിൻ ചെയ്തതിനു ശേഷം ഗവൺമെന്റ് ID കാർഡ്സ് കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ 40 hours ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഓരോന്നും അൺലോക്ക് ആയിട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ID കാർഡ് അപ്ലോഡ് ചെയ്യുക. ദെൻ നമ്മൾ 40 hours ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ TCC, നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ നമ്മൾ റെസിഡൻഷ്യൽ പ്രൂഫ് എന്തെങ്കിലും ചോദിക്കുക അവർ, നമ്മൾ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ കറണ്ട് ബില്ലിലോ എന്തെങ്കിലും നമ്മൾ റെസിഡൻഷ്യൽ പ്രൂഫ് അവർ ചോദിക്കും.
ഇത് കഴിയുമ്പം നമുക്കിനി കമ്പിറ്റൻസിയാണ് നമുക്കിനി വരുന്നത്, അതായത് പ്രാക്ടിക്കൽ സെഷൻസിന്റെയാണ് നമ്മൾ ചോദിക്കുക. അപ്പം ആ സെയിം ടൈമിൽ നമ്മളെ സൂപ്പർവൈസർ അവരുടെ രജിസ്ട്രിയിൽ നമ്മളെ രജിസ്റ്റർ ചെയ്യണം. സെയിം ടൈം നമുക്ക് നമ്മളെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മെയിൽ വരും. സെയിം അത് ബോർഡിന് അവർ മെയിൽ അയക്കും, ഇന്ന ആള് നമ്മുടെ എന്റെ അണ്ടറിൽ സൂപ്പർവിഷന്റെ അണ്ടറിൽ ഉണ്ട് എന്നുള്ളത്. ഇതെല്ലാം ഒരു 1 വീക്ക് ഗ്യാപ്പിൽ സൂപ്പർവൈസറും ഡയറക്റ്റ് ബോർഡും ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ ഈ എൻറോൾമെന്റ് ആപ്ലിക്കേഷൻസിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സൂപ്പർവൈസർ ഡീറ്റെയിൽസ്, അവർ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മളതിൽ അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവോ. ദെൻ നമ്മുടെ എക്സാമിൻ, ഇതില് ഞാൻ എക്സാമിനേഷന് മുന്നത്തെ കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ സൂപ്പർവൈസറിന്റെ കാര്യം. അപ്പൊ ഈ എക്സാമിന് തൊട്ട് മുന്നുണ്ടാവും നമുക്കുള്ള ഒരു കാര്യമാണ് സൂപ്പർവിഷൻ. ഈ സൂപ്പർവിഷനിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. നമ്മളിപ്പം ഈ എക്സാം ട്രെയിനിങ് എടുക്കുന്ന സെന്ററിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സൂപ്പർവൈസറെ നമുക്ക് ചോദിക്കാം. അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സൂപ്പർവൈസറെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കമ്പിറ്റൻസി, അതായത് പ്രാക്ടിക്കൽ സൂപ്പർവിഷൻ അവേഴ്സ്, നമുക്ക് ഇത്ര അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. സോ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു കമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനുണ്ട്. സോ പ്രാക്ടിക്കലും തിയറി ആൻഡ് എക്സാമിനേഷൻ, ഈ 3 മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ അതില് ഈ കമ്പിറ്റൻസിൽ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ തിയററ്റിക്കലി പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ക്ലയന്റിനെ വെച്ചിട്ട് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരെങ്ങനെ പറയുന്നു, എന്ത് പറയുന്നു, നമ്മൾ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിലോ ഒരു എൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിലോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർ പറയുന്ന രീതിയിൽ അവരുടെ മാനുവൽ എന്താണോ ഉള്ളത് അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. മേ ബി ഇന്റർവ്യൂസ് അവർ ചോദിക്കാം, ഇന്റർവ്യൂ ആയിട്ട് തന്നെ അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മുടെ ആൻസർ ആയിട്ട് അത് ടിക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോൾ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാം, ഒരു ക്ലയന്റ് വെച്ച് നമ്മൾ കാണിച്ചു കൊടുക്കാം. ഇവൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൂമിലോ അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ തന്നെ നമുക്ക് തെറപ്പി എടുത്ത് കാണിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ ചെന്ന് തന്നെ ഇന്റേൺഷിപ്പ് മോഡിൽ പോലെ തന്നെ അവിടെ എത്ര അവേഴ്സ് ആണോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്രയും അവേഴ്സ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ സൂപ്പർവൈസർ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം പാസ്സായി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരാം, കമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ്. സോ ആ കമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ സൂപ്പർവൈസറും ബോർഡും ആയിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ടാവുള്ളൂ. അതായത് മെയിൽ ത്രൂ ഇന്നാള് ഇന്ന കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൂപ്പർവൈസറിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുക. ഇവൻ അബാറ്റ് ആൻഡ് IBT ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് എക്സാമിനേഷൻ. ട്രെയിൻ ചെയ്തിട്ട് റിട്ടേൺ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു നമ്പർ സർട്ടിഫിക്കേഷൻ നമ്പറോട് കൂടിയുള്ള നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് 2 hours ആണ് നമുക്ക് എക്സാം വരുന്നത്. അത് ഓൺലൈൻ മോഡായിരിക്കും. ഇപ്പം അത് US ബേസ്ഡ് ആയത് കാരണം US ഡയറക്റ്റ് അവർ ലിങ്ക് എല്ലാം അയച്ചിട്ട് നമ്മൾ അതിൽ കയറി അവരാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും. സോ 1.5 hours ആയിരിക്കും നമുക്ക് എക്സാം കറക്റ്റ് ആയിട്ടുണ്ടാവുക. 30 minutes നമുക്ക് പ്രിപ്പറേഷൻ പീരീഡ് ആയിരിക്കും. ആ 30 minutes അവർ നമ്മുടെ സിസ്റ്റം ചെക്ക് ചെയ്യാനായിരിക്കും, നമ്മുടെ വെബ്കാം ചെക്ക് ചെയ്യാന്, നമ്മുടെ ID cards അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അവർക്ക് റൂം ചെക്ക് ചെയ്യാന്, ഇതിനുള്ളതെല്ലായിരിക്കും ഒരു 30 minutes അവർ നോക്കുന്നത്. ആ 30 minutes കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും അവർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ആക്കി തരിക. അത് 1.5 hours ആണ്. സോ അതിന്റെ ഇടയിൽ ഒരു ഇന്ററാക്ഷൻസും പാടില്ല. ത്രൂ ഔട്ട് നമ്മൾ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഒരു 1.5 hours നമ്മൾ എവിടെ മൂവ് ചെയ്യണമെങ്കിൽ വിത്ത് പെർമിഷനോട് കൂടി നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൽ ത്രൂ അല്ലെങ്കിൽ അവരുടെ സൈഡിൽ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അവർ ത്രൂ നമ്മൾ കോൺടാക്ട് ചെയ്യണം. ഇല്ല നമുക്ക് എക്സാം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റീടേക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ നമുക്ക് 125 questions ആണ് അതിൽ ഉണ്ടായിരിക്കുക. അതില് 25 questions തന്നെ നമുക്ക് സ്കോർ ചെയ്യില്ല. ബാക്കി 100 questions നമുക്ക് സ്കോർ ചെയ്യുള്ളൂ. സോ അതിൽ 125 questions നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൽ 25 വരെ സ്കോർ ചെയ്യില്ല, 100 സ്കോർ ചെയ്താൽ മാത്രമേ അതിൽ 80 എബോ ആണെങ്കിൽ നമ്മളത് പാസ് ആവുക. സോ നമുക്ക് somebody has raised the hand. Anju has something to ask you, I guess. എനിക്ക് മെസ്സേജ് അഞ്ചു ചോദിച്ചോളൂ. അഞ്ചു ചോദിച്ചോളൂ. തംസപ്പ് ആയിരുന്നു, ഒന്നും പേടിക്കാനില്ല, ധൈര്യമായി മുന്നോട്ട്. ലിജി പറഞ്ഞോളൂ. ഹലോ ഹലോ ലിജി അറിയാതെ വന്നത്, ലിജി കണ്ടിന്യൂ ചെയ്തോളൂ. ആർക്കെങ്കിലും ഇതിനിടയിൽ ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ചോദിക്കണേ. ഓക്കെ. അപ്പം അതില് കോസ്റ്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ $125 ആണ്. അതിൽ 10,646 rupees ആണ് നമ്മൾ അപ്ലിക്കേഷൻസ് ഫീ വരുന്നത്. സോ ഇതിൽ നമുക്ക് ഇൻക്ലൂഡിങ് എക്സാം ഫീസും വരുന്നുണ്ട്. സോ നമ്മൾ എക്സാം കഴിഞ്ഞ് ഈവൻ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവോ.
അപ്പൊ നമുക്ക് റീടേക്ക് എക്സാംസ് അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് നമുക്ക് എടുക്കാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് എടുക്കാം. പക്ഷെ തേർഡ് അറ്റംപ്റ്റ് നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ തേർഡ് അറ്റംപ്റ്റിന് വേണ്ടി നമുക്ക് 30 days നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. തേർഡും ഫോർത്തും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 30 days ഒരു ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കണം. ഇൻ കേസ് നമുക്ക് ഫോർത്ത് അറ്റംപ്റ്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കലണ്ടർ ഇയറിൽ നമുക്ക് 4 തവണ ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ മാക്സിമം അത് ക്ലിയർ ചെയ്യാൻ നോക്കുക. ഇവൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ അത് വീണ്ടും നമ്മൾ പേ ചെയ്യണം. എക്സാം ഫീസ് മാത്രം നമ്മൾ പേ ചെയ്യണം. 4,256 rupees ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. $50 നമ്മൾ റീടേക്ക് ഫീ കൊടുക്കണം. ഇവൻ തേർഡ് അറ്റംപ്റ്റ് ഫോർത്ത് അറ്റംപ്റ്റ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ത്രൂ ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് അവരെ ഇൻഫോം ചെയ്യാം. ഇവൻ അവരത് റീഷെഡ്യൂൾ ചെയ്തു തരും. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് തരും. ഇൻ കേസ് നമ്മുടെ ഭാഗത്ത് നമ്മൾക്ക് ഫെയിലിയർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ തേർഡ് അറ്റംപ്റ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവോ? ഇതിലിപ്പം അബാറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അബാറ്റിന്റെ പ്രൊസീജിയേഴ്സ് ആണ് ഇത്രയും നേരം പറഞ്ഞത്. ഇത് സെയിം സാധനം തന്നെയാണ് നമുക്ക് IBTയിലും വരുന്നത്. കാരണം ഇതിന്റെ പേരും ഓർഗനൈസേഷൻസും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മളിതിൽ പഠിക്കുന്ന തിയറിയിലും ഒന്നിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻസിലും ഒന്നിലും RBT ആയിക്കോട്ടെ, അബാറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ IBT ആയിക്കോട്ടെ, ഇതിൽ ഒന്നിലും ഒരു വ്യത്യാസം വരുന്നില്ല. ഇതിലാകെ ഇവൻ ഓർഗനൈസേഷൻസിന് വ്യത്യാസം കൊണ്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 15 hours സൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക് ആണ് അബാറ്റിൽ പറയുന്നുണ്ടെങ്കിൽ 300 hours സൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക് ആണ് IBTയിൽ പറയുന്നത്. അതുപോലെ തന്നെ $125 ആണ് നമുക്ക് അബാറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത്. എന്നാൽ IBT എടുക്കണമെങ്കിൽ $69 മാത്രം മതി. സോറി, $120 മതി. ഈ $69 അവർ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു അബാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു RBT ഉണ്ട്, അല്ലെങ്കിൽ ഒരു BCBA ഉണ്ട്, ഒരു BCABA സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ IBAയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് $69 അതായത് ഡോളേഴ്സ് നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ IBAയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് കറന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, അല്ല നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാണോ എന്ന് അവർ ചോദിക്കും. സോ നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾ അബാറ്റിന് IBTക്ക് $120 പേ ചെയ്യണം. നിങ്ങൾക്ക് RBTയോ അബാറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു $69 പേ ചെയ്താൽ മതി. ഈ സെയിം രണ്ട് ഓർഗനൈസേഷനും എവറി 2 years നമ്മളത് റിന്യൂ ചെയ്യണം. പിന്നെ നമ്മളിതില് സൂപ്പർവൈസറുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മള് ഒരു പ്രാക്ടിക്കൽ സെഷൻസിൽ നമ്മള് സൂപ്പർവൈസറെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ത്രൂ തന്നെ നമുക്ക് നോക്കാം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും നമ്മൾ കോൺടാക്റ്റിലുള്ള ഏതെങ്കിലും സൂപ്പർവൈസറി ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ് ഓൺ സൂപ്പർവൈസർക്ക് അനുസരിച്ച് നമ്മുടെ പേയ്മെന്റിന് വ്യത്യാസം വരും. സോ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം മീൻസ് നമ്മുടെ പേയ്മെന്റും കൂടെ നോക്കിയിട്ട് നമ്മുടെ സൂപ്പർവൈസറെ ചൂസ് ചെയ്യുക. കാരണം ഇപ്പൊ ഇതിൽ പറഞ്ഞ എല്ലാ പ്രോട്ടോകോൾസും എല്ലാ സൂപ്പർവൈസേഴ്സും നോക്കണം എന്നില്ല. ചിലവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷെ അതിൽ ഡിപ്പെൻസ് ഓൺ ദ പേയ്മെന്റിൽ വേരി ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഓരോ സൂപ്പർവൈസേഴ്സും നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എമൗണ്ട് ചോദിച്ചിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിന്റെ എമൗണ്ടും സൂപ്പർവൈസർ എമൗണ്ട് എല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. കാരണം ചിലവർ കുറച്ച് എമൗണ്ട് ചോദിക്കുന്നുള്ളൂ. കാരണം ഓർഗനൈസേഷൻസ് എല്ലാവരും ഒരുപോലത്തെ എമൗണ്ട് അല്ല ചോദിക്കുന്നത്. സോ സൂപ്പർവൈസർ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ പറയുന്നത്, 1 month ആണോ ട്രെയിനിങ്, അല്ല 2 months ആണോ, സൂപ്പർവൈസർ എത്ര അവേഴ്സ് ആണ് നിങ്ങൾക്ക് തരുന്നതനുസരിച്ചായിരിക്കും. ഇവൻ 1 hourന് $3,000 അല്ലെങ്കിൽ 2 hours $3,000 എന്ന് പറയുമ്പോൾ 15 hours നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഡിപ്പെൻസ് ഓൺ ദ സൂപ്പർവൈസറുടെ കയ്യിലാണ്. സോ ആ എമൗണ്ട് നിങ്ങൾ പേ ചെയ്താൽ മാത്രമായിരിക്കും ആ സൂപ്പർവൈസ്ഡ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റും നമ്മൾ ഇൻഡിപെൻഡന്റ്ലി പേ ചെയ്യണം. ഇത് കൂടാണ്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് ആണ് നമ്മൾ പറയുന്ന $125 എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതായത് നിങ്ങൾ QABAയുടെ സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനും റിട്ടേൺ എക്സാമിനും വരുന്ന എമൗണ്ട് മാത്രമാണ് ഈ $125 എന്ന് പറയുന്നത്. സോ ഈ 3 സ്റ്റെപ്സും ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ തന്നെ നമുക്ക് IBAയും സെയിം തന്നെയാണ്. നമ്മൾ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുന്നതിലും നമുക്ക് IBTന്റെ കൂടെ വരുന്ന IBA എന്ന് വരുന്നത് IBA അതിനകത്തും നമ്മൾ ഈ QBAയുടെ എന്തൊക്കെയാണോ ഗൈഡ് ലൈൻസ് വരുന്ന ഇതാണ് അതിൽ മീറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൽ തന്നെ അബാറ്റ് അല്ല UASPയോ QBA ആണോ നിങ്ങൾ, അതായത് എൻട്രി ലെവൽ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാസ്റ്റേഴ്സ് ലെവലോ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ ലെവലോ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
സെയിം നമ്മൾ മിനിമം ബാച്ചിലർ QASP ആണെങ്കിൽ മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 180 hours സൂപ്പർവൈസ്ഡ്, അതായത് അപ്രൂവ്ഡ് അസസ്മെന്റ് ബേസ്ഡ് കോഴ്സ് വർക്ക് ആണ് നമ്മൾ 40 hours ആണ് നമ്മൾ പാബാറ്റിന് ചെയ്തത്. അതുപോലെ തന്നെ 180 hours ആണ് നമ്മൾ സൂപ്പർവിഷൻ ചെയ്യേണ്ടത്. 12 സെമസ്റ്റേഴ്സ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അതിൽ 20 hours എത്തിക്സ് ആയിരിക്കും. മിനിമം 15 hours ഓഫ് ഓട്ടിസം കോർ നോളജ് ആണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1000 hours ഓഫ് സൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക് ഉണ്ട് നമുക്ക് വരുന്നത്. അതിൽ 600 hours നമുക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർവൈസറുടെ റോൾ എങ്ങനെയാണോ നമ്മളത് അത് പ്രാക്ടിക്കലി ചെയ്ത് തന്നെ നമ്മൾ കാണിക്കണം. റിവ്യൂയിങ് ഡേറ്റ ചെയ്യുക, നമ്മൾ മാം പറഞ്ഞ പോലെ നമ്മൾ അസസ്മെന്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുക, നമ്മൾ RBTസിനെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക, സ്റ്റാഫ്സിന് ട്രെയിനിങ് കൊടുക്കുക, പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കുക, ടീം മീറ്റിംഗ്സ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ 600 hours നമുക്ക് ഒരു റോൾ പ്ലേ പോലെ തന്നെ നമ്മൾ അത് ചെയ്യണം. ദെൻ 1000 ആണ് നമ്മുടെ സൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. സെയിം നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഈ എക്സാം, അതായത് നമുക്കൊരു 3 hours എക്സാം ആണ് QASPക്ക് വരുന്നത്. മറ്റേത് 1.5 hours ആയിരുന്നു. 3 hours എക്സാം നമ്മൾ പാസ്സാവണം. അതിന് കോസ്റ്റ് എന്ന് പറയുന്നത് $300 ആണ് നമുക്ക് വരുന്നത്. അതിൽ 125 ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ദെൻ നമുക്ക് 30 days ആണ് ഇതിന്. ഇപ്പൊ നമുക്കൊരു റീടേക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 days കഴിഞ്ഞിട്ട് നമുക്ക് റീടേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഇതിൽ സെയിം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതിന്റെ കോസ്റ്റ് മാത്രമാണ് $300 പറഞ്ഞിട്ടുള്ളൂ. അതിലെ ട്രെയിനിങ് 180 hours ട്രെയിനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെന്റേഴ്സ്. അത് 1.5 lakhs അല്ലെങ്കിൽ 2 lakhs എന്നുള്ള രീതിയിലാണ് അവർ ഈ ട്രെയിനിങ്ങിന് മാത്രം വാങ്ങിക്കുന്നത്. ദെൻ നമ്മുടെ സൂപ്പർവൈസർ വാങ്ങിക്കുന്നതും സെയിം ഈ 1000 hours ഓരോ അവറിനും അവർ പറയുന്ന ചാർജാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അതും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് പ്രാക്ടിക്കൽ കിട്ടുള്ളൂ. ദെൻ നമ്മൾ ഈ റിട്ടേൺ എക്സാമിന്റെ എമൗണ്ടും പേ ചെയ്യണം. ദെൻ നിങ്ങൾ മാസ്റ്റേഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 270 hours ആണ് നമ്മളെ കോഴ്സ് വർക്ക് വരുന്നത്. 18 semesters എന്നത് 1.5 years തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. ദെൻ 20 hours സൂപ്പർവൈസ്ഡ് കോഴ്സ് വർക്ക് ഉണ്ടായിരിക്കും. അതിൽ നമുക്കിപ്പം മാസ്റ്റേഴ്സ് ഇൻ ഡിഗ്രി ABA അല്ലെ സൈക്കോളജിയുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഇത് ഈസിയാണ്. അതുപോലെ തന്നെ 20 hours എത്തിക്സ് ആണ്, 20 hours ഓട്ടിസം കോർ നോളജ് ആയിരിക്കും. ദെൻ 1500 hours ആണ് നമ്മുടെ ഫീൽഡ് വർക്ക്, അതായത് 500 മണിക്കൂർ കൂടുതൽ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യണം. അതിൽ 900 ഇൻഡയറക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സൂപ്പർവിഷൻ നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. 600 hours നമ്മൾ ഡയറക്റ്റ് സൂപ്പർവിഷനും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ PCC നമ്മൾ എടുക്കണം, എക്സാം പാസ് ചെയ്യണം. $350 ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് വരുന്നത്. ഇതില് നമ്മള് നമ്മുടെ ട്രെയിനിങ്ങിന്റെ എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കലിന്റെ എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. QBയുടെ ട്രെയിനിങ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 3.5 lakhs ആണ്. നമുക്ക് ഒരു 3 lakhs അടുത്താണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രാക്ടിക്കലിനും ഒരു 3.5 lakhs ഒക്കെയാണ് പറയുന്നത്. കാരണം മാസ്റ്റേഴ്സും അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് പേയ്മെന്റ് വരുന്നത്. ഇതിലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ QASPയോ QBയോ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരുപാട് തെറപ്പിസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് RBT, ABAT അല്ലെങ്കിൽ IBT ചെയ്തവരെല്ലാവരും നിങ്ങളുടെ അണ്ടറിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അവരുടെ സൂപ്പർവൈസർ ആയിരിക്കും. നിങ്ങൾക്ക് എവറി റിന്യൂവൽസ് ആണെങ്കിൽ നിങ്ങളുടെ അണ്ടറിലായിരിക്കും വരിക. പിന്നെ ഈ സർട്ടിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു എൻട്രി ലെവൽ ചെയ്യുന്ന ഒരാളും നിങ്ങളുടെ അണ്ടറിൽ നിങ്ങളുടെ അടുത്ത് ഒരു സർട്ടിഫിക്കേഷൻ, അതായത് നിങ്ങൾ സൂപ്പർവൈസർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ സൂപ്പർവൈസർ ലെവലിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. സോ പുറത്തേക്ക് ഈവൻ അബ്രോഡ് ഒക്കെയാണ് നിങ്ങൾ ജോലിക്ക് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു തെറപ്പിസ്റ്റ് എന്നുള്ള ലേബലിലല്ല, നിങ്ങൾ സൂപ്പർവൈസർ എന്നുള്ള ലേബറിലായിട്ട് വർക്ക് ചെയ്യുക. അതായത് നമ്മൾ ബാക്കിയുള്ള എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാം. നമ്മൾ അവർക്ക് അസസ്മെന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരന്റൽ മീറ്റിംഗ് ആയിക്കോട്ടെ, ഒരു സൂപ്പർവിഷൻ മാത്രമായിരിക്കും നമുക്ക് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. തെറപ്പി ഡയറക്റ്റ് ക്ലയന്റുമായിട്ടുള്ള തെറപ്പി വരുന്നത് മൊത്തം ABAT ചെയ്തവർക്കോ അല്ലെങ്കിൽ RBT ചെയ്തവർക്കോ അല്ലെങ്കിൽ IBT ചെയ്തവർക്കോ ആയിരിക്കും. ഡയറക്റ്റ് ഒരു ക്ലയന്റുമായിട്ട് തെറപ്പിയിൽ മീറ്റ് ചെയ്തിട്ട് വരിക. അല്ലാത്ത പേപ്പർ വർക്കും ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും. നമ്മളിതെല്ലാം സൂപ്പർവൈസ് ചെയ്യാന്നുള്ളതാണ്. സോ അതാണ് QASPയും അതുപോലെ തന്നെ QBയും വരുമ്പോഴത്തേക്ക്. ഇതില് ഇപ്പം നമ്മളെ QBയുടെ ഫീൽഡ് വർക്കിന് ചെറിയൊരു മാറ്റം, അതായത് 2026 January 1 നമുക്ക് ഇതുവരെ 1500 അതായത് 1500 hours ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് 2000 hours നമുക്ക് ഫീൽഡ് വർക്കിലേക്ക് മാറുന്നുണ്ട്. അതിൽ 1200 hours ഇൻഡയറക്റ്റും 800 hours ഡയറക്റ്റും ആയിട്ട് അവർ ടൈം, അതായത് നമ്മുടെ സൂപ്പർവിഷന്റെ ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് 2026 January 1 കൂടിയേ അത് വരുന്നുള്ളൂ. ഇത്രയാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ലെവലിന്റെ
ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. അതിലെ കോസ്റ്റ് എവിടുന്ന് എങ്ങനെയാന്നുള്ളത്. ഇതിൽ എന്തൊക്കെയാണോ ഡൗട്ട്സ് നിങ്ങൾക്കുള്ളത് ഇപ്പൊ ചോദിക്കാം. ഹർഷിത had a doubt in between. ഹർഷിത ലിജി പറഞ്ഞതിന് ബാക്കിയുള്ള സ്ലൈഡ്സിന് ഹർഷിതയ്ക്ക് വേണ്ട ഉത്തരം കിട്ടിയോ? യെസ് മാം. ഓക്കെ. ഇതിൽ റിലേറ്റഡ് ഏതെങ്കിലും സ്ലൈഡ്സ് ഒന്നും കൂടി നോക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടോ ആർക്കെങ്കിലും? വി അണ്ടർസ്റ്റാൻഡ് ടൂ മച്ച് ഇൻഫർമേഷൻ ആണ്. ഇതിപ്പോ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വന്നവരാണെങ്കിൽ, ഇതിൽ പകുതി മുക്കാലും അറിഞ്ഞിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, ഓരോ സ്റ്റേജിലും എന്താ ചെയ്യേണ്ടതെന്നുള്ള സംശയങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡന്റ്ലി നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്താൽ ലിജി ഹെൽപ്പ് ചെയ്യും. ഐ മീൻ ത്രൂ ദ പ്രോസസ് ഷി ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്. ഇങ്ങനെ സഹായിച്ചിട്ട് ലിജി പുറക്കത്തിൽ ചോദിച്ചാലും QABയുടെ ഫീസ് പറയുന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് യു ക്യാൻ ആസ്ക് ഹെൽപ്പ്. രണ്ടാൾക്കാർ റേസ് ചെയ്തിട്ടുണ്ട്. ജോബിൻ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാം. ഞാനിപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ജസ്റ്റ് എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ശേഷം നമ്മളൊരു ബേസിക് ലെവൽ ബാറ്റ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പേപ്പർ വർക്ക്സ് ആയിരിക്കും, ഒബ്സർവേഷൻ ലെവലിലായിരിക്കും, അതൊരു തെറാപ്പിസ്റ്റ് ആയിട്ട് ആരും ഒരു വർക്ക് ചെയ്യാനായിട്ടാണോ സാധിക്കുക? അല്ല, നിങ്ങൾ തെറപ്പിസ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്ലസ് അബാട്ട് അല്ലെങ്കിൽ IBT ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മോസ്റ്റ്ലി പറഞ്ഞല്ലോ, ബിഹേവിയർ തെറപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ പ്രോബ്ലം ബിഹേവിയർ അനലൈസ് ചെയ്ത് നമ്മൾ തെറപ്പി കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പം നമ്മുടെ ഒരു സ്പീച്ചിലായിക്കോട്ടെ OT-യിലായിക്കോട്ടെ ഈ പ്രോബ്ലം ബിഹേവിയർ വരുമ്പോൾ ബിഹേവിയർ തെറപ്പി വേണമെന്ന് അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മോസ്റ്റ്ലി ഒരു സ്കിൽ അക്വിസിഷൻ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ എന്ത് സ്കിൽ ഡെഫിസിറ്റ് ആണോ ഉള്ളത്, എന്ത് പ്രോബ്ലം ആണുള്ളത്, എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തെറപ്പി കൊടുക്കുകയാണ് ചെയ്യുക. അതിൽ കൂടെ വരുന്ന ഒരു പ്രോബ്ലം ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലം റിഡക്ഷൻസ് വരുന്നത് നമ്മളൊരു ചാപ്റ്റർ മാത്രമാണ് അതിനകത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം അപ്പൊ നിങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് കഴിയുന്നത് നിങ്ങൾ അക്കാഡമിക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യാറുണ്ട്, എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് വഴി നിങ്ങൾക്ക് കിട്ടും. കാരണം എങ്ങനെ നിങ്ങൾ ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ ടീച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം ബിഹേവിയറിൽ മാത്രം നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യുന്നുള്ളതല്ല, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിലായിക്കോട്ടെ, എല്ലാം എങ്ങനെയാണെന്നുള്ളതാണ് IBAയിൽ കൂടെ നമ്മൾ പറയുന്നത്. കാരണം ഇൻഡിപെൻഡന്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. സോ നിങ്ങളൊരു ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിട്ടായിരിക്കും മോസ്റ്റ്ലി നിങ്ങൾക്ക് അതാണ് കുറച്ചും കൂടി കിട്ടും. ABA സെന്ററിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിട്ട് വരിക. സോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ആഡ് ഓൺ ആയിരിക്കും, ആഡ് ഓൺ കോഴ്സും കൂടി ആയിരിക്കും നിങ്ങൾക്ക് അത്. ഓക്കെ മാം. ഇപ്പം നമ്മളൊരു അബ്രോഡ് ഇപ്പം UAE-യിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ളതിനുപരിയായിട്ട് ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി നിങ്ങളിപ്പോൾ CV-യിലായിക്കോട്ടെ സ്പെഷ്യൽ എഡ്യൂക്കേഷനും കൂടി ഉണ്ടെങ്കിൽ അവരെന്താണെങ്കിലും അവർക്കാരും കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുക. ഇവൻ സൈക്കോളജിസ്റ്റ് പ്ലസ് BA ഉള്ളവർക്കും ഡിഫറെന്റ് ആയിട്ട് നമുക്കിപ്പോൾ നമ്മളവിടെ UAE-യിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ CDA എക്സാംസ് എഴുതി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി CDA എക്സാം നിങ്ങൾ എഴുതേണ്ടി വരും. സോ ഇതിന് മുന്നേ ആണെങ്കിൽ DHA എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ പാസ്സായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. സോ ഇതിന് മുന്നേ നമുക്ക് DHAക്ക് നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എഴുതുവാണെങ്കിൽ മാം CDA എക്സാം എന്തായാലും നിങ്ങൾ എഴുതണം. ഇല്ലെങ്കിൽ DHA എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്പീച്ച് OT അങ്ങനെയുള്ളവർക്കാണ് DHA കുറച്ചും കൂടി പറ്റും. പക്ഷെ നിങ്ങൾ ഒരു RBT എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി CDA എക്സാംസ് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി കിട്ടും. ഓക്കെ മാം. ഓക്കെ. വേറെ ആരാ ഉണ്ടായിരുന്ന സംശയം? ഇസാനക്ക് ഡൗട്ട് എന്തെങ്കിലും? No ideas. ഹലോ മാം. മാം, ഒരു തെറാപ്പി സെന്ററിന് പകരം ഒരു സ്കൂളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ? ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്, ഓൾറെഡി ഒരു ഇന്റർനാഷണൽ സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഒരു അബ്രോഡ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആഡ് ഓൺ ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോഴ്സ്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഇപ്പം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അവർ എന്താണെങ്കിലും ഇപ്പൊ നമ്മളൊരു മാസ്റ്റേഴ്സോ ഗ്രാജുവേഷനോ പറയുന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നുണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾ അതും കൂടി പഠിക്കേണ്ടി വരും എക്സ്ട്രാ. കാരണം ഇതൊരു കോഴ്സ് ആയിട്ട് അവർ കുറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ഇപ്പൊ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസ് അതിനകത്ത് ക്രൈറ്റീരിയാസ് അവർ പറയുന്നുണ്ട്.
സോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾ എൻട്രി ലെവൽ ആണ് നോക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്ലസ് അബാറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്കൂൾ സെറ്റിംഗ്സിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇതും കറന്റ് ഇത് രണ്ടും വെച്ചിട്ട് ഇപ്പം അബാറ്റിന് കാരണം മുന്നേ RBT ആയിരുന്നതുകൊണ്ട് RBT ഉള്ളവരെന്ന് ഒരുപാട് പേര് CD എക്സാംസ് എഴുതിയിട്ടും പ്ലസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ടും ഇപ്പൊ സ്കൂൾസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലിജി ഇതിന്റെ കാര്യം പറഞ്ഞില്ല, മറ്റേ ഏതിനായിരുന്നു മറ്റേ റിന്യൂവലിന്റെ സമയത്ത് നമ്മൾ ഓരോ മാസവും സൂപ്പർവിഷൻ എടുക്കണ്ടേ? റിന്യൂവൽ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മളെ RBT ആണെങ്കിൽ എവറി 1 ഇയറിലാണ് നമ്മൾ റിന്യൂ ചെയ്യുന്നത്. സോ ഇപ്പൊ അബാറ്റിലാണെങ്കിൽ IBT-ലാണെങ്കിലും എവറി 2 ഇയേഴ്സ് ആണ്. സോ നമ്മൾ 2 ഇയേഴ്സ് കൂടുമ്പോൾ മാത്രം നമ്മൾ റിന്യൂ ചെയ്താൽ മതി. അപ്പം റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 1 ഇയർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലവര് റിന്യൂ ചെയ്യുമ്പം കറന്റ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം സൂപ്പർവൈസർ ഇടുന്നത് നമ്മൾ എപ്പോഴെങ്കിലും സൂപ്പർവിഷൻ എടുക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ എവറി മന്ത്ലി നമ്മൾ സൂപ്പർവിഷൻ എടുക്കണം എന്നാണ്. സോ അങ്ങനെ സൂപ്പർവിഷൻ എടുക്കുമ്പോൾ നമ്മൾ എവറി മന്തും അവർക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതായത് അവർ എത്രയാണോ എമൗണ്ട്, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ സൂപ്പർവൈസറെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള സൂപ്പർവൈസറെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവര് മന്ത്ലി ഇപ്പൊ എക്സാം എഴുതി പാസ്സായി നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവിഷൻ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് അവർ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർവിഷൻ എമൗണ്ട് നിങ്ങൾ ഇപ്പം ആരാണ് തെറപ്പിസ്റ്റും അതുപോലെ സൂപ്പർവൈസറായിട്ടും ഡിസ്കസ് ചെയ്യണം. ചിലവർ ഡയറക്ട്ലി പറയും ഇത്ര എമൗണ്ട് എനിക്ക് മന്ത്ലി പേ ചെയ്ത് കിട്ടണം എന്നുള്ളത്. ചിലവര് അങ്ങനെ വാങ്ങണമെന്നും ഇല്ല. അതായത് അവർക്ക് എപ്പോഴും സൂപ്പർവിഷൻ ഉണ്ടായാൽ മതി, എമൗണ്ടിൽ അവർ വേരി ചെയ്യാം. അപ്പം മന്ത്ലി സൂപ്പർവിഷൻ എടുക്കുന്നവര് മന്ത്ലി പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അല്ല എങ്ങനെയാണോ നിങ്ങളുടെ തെറപ്പിസ്റ്റ് മീൻസ് സൂപ്പർവൈസർ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ എവറി 2 ഇയർ നിങ്ങൾ റിന്യൂ ചെയ്യണം എന്ന് പറയുമ്പം ഈ 2 ഇയറിൽ നിങ്ങൾ റിന്യൂ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണോ പ്രോസസ്സ് നിങ്ങൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ തന്നെ നിങ്ങളൊരു റീടെസ്റ്റ്, അതായത് നിങ്ങൾ റിട്ടേൺ എക്സാം നിങ്ങൾ ഇനി അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾ ഒന്നുകൂടി, അതായത് 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ചെയ്യേണ്ടി വരും. അതായത് അത് നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്ത സെയിം സാധനമാണെന്നില്ല, നമ്മൾ അതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അതിൽ ഏതെങ്കിലും സൂപ്പർവൈസർക്ക് ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു മെത്തേഡോ ടെക്നിക്സോ നിങ്ങൾ ചെയ്ത് കാണിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ കാണിച്ചു കൊടുക്കേണ്ടി വരും. സോ അവർ പറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റിമുലസ് കൺട്രോൾ പ്രൊസീജിയേഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും PDT-നോ എന്തെങ്കിലും അവർ പറയുവാണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ വീഡിയോ നിങ്ങളെടുത്ത് ക്ലയന്റുമായിട്ടുള്ള വീഡിയോ എടുത്ത് അവർ വെരിഫൈ ചെയ്താൽ നമുക്ക് റിന്യൂവലിന്റെ ഒരു കമ്പിറ്റൻസി ഫോം അവർ നമുക്ക് തരും. അത് 2 ഇയറിന്റെ എൻഡില് അത് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ ആയിരിക്കും നമുക്ക് ഓൾറെഡി ബോർഡിൽ നിന്ന് മെയിൽ വരും. ആ മെയിൽ വരുന്ന സമയത്ത് നിങ്ങൾ അത് നോക്കി സൂപ്പർവൈസറെ കോൺടാക്ട് ചെയ്തിട്ട് സൂപ്പർവൈസർ കോമ്പിറ്റൻസിന്റെ സർട്ടിഫിക്കറ്റ്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ റിന്യൂവൽ ഫീസും നിങ്ങൾ അടയ്ക്കണം. അതായത് ഐ തിങ്ക് $50 ആണെന്ന് തോന്നുന്നു, $50 ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ റിന്യൂവൽ ഫീസ്. അപ്പോൾ $50 പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യും. ദെൻ നെക്സ്റ്റ് 2 ഇയേഴ്സിന് പിന്നെ നിങ്ങൾ സൂപ്പർവൈസറെ മാത്രം നോക്കിയാൽ മതി. ഇവൻ അത് സൂപ്പർവൈസറുടെ പേയ്മെന്റ് അനുസരിച്ച് ചില സൂപ്പർവൈസേഴ്സ് വാങ്ങിക്കണമെന്നില്ല, ചിലർ കുറച്ച് എമൗണ്ട് വാങ്ങിക്കാം. ഇവൻ അതാ പറഞ്ഞത്, നിങ്ങൾ QHP ആണെങ്കിൽ നിങ്ങളിപ്പോൾ സൂപ്പർവൈസർ ആണ് ഓൾറെഡി. ഇവൻ QB ആണെങ്കിൽ നിങ്ങളൊരു സൂപ്പർവൈസറാണ്. സോ നിങ്ങളുടെ അണ്ടറിലും ഒരുപാട് ഇങ്ങനത്തെ RBTസോ ABATസോ അല്ലെങ്കിൽ IBTസോ ഉണ്ടായിരിക്കും. സോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരില്ല. നമ്മൾ പക്ഷെ പേയ്മെന്റ് ഇനീഷ്യലി നമുക്ക് ഈ ഒരു പ്രോസസ്സിന് കുറച്ചൊരു എമൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ അബ്രോഡ് വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർവൈസർ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം നിങ്ങൾ ഈ പേയ്മെന്റ് ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ക്ലയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. സോ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ എൻട്രി ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇത് ചെയ്താൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എൻട്രി ലെവൽ ചെയ്തിട്ട് നിങ്ങൾ ഇതിന്റെ ഹയർ ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സൂപ്പർവൈസർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് നോക്കിയിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരാളറിയാം പെട്ടെന്ന് അവർ പറഞ്ഞ പേയ്മെന്റ് ആണെങ്കിൽ ബാക്കി ഫോർ ഡീറ്റെയിൽസ് കൂടി ചോദിച്ചിട്ട് നിങ്ങൾ സൂപ്പർവൈസർ സെലക്ട് ചെയ്യുക. ഇന്ത്യയിൽ തന്നെ ഉള്ള ആളാണെന്നെങ്കിൽ ഏത് കൺട്രിയിലുള്ള ആളെയോ എവിടെ വേണമെങ്കിലുള്ള ആളെയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ അവരോട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ എമൗണ്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതേ. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഉള്ള ഒരു സംശയമായിരിക്കും, ഏകദേശം ഒരു ആവറേജ് എങ്കിലും എത്ര രൂപയായിരിക്കും വാങ്ങാൻ സാധ്യതയുള്ളത്. ഇത്ര എമൗണ്ട് ഒന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്നാൽ പോലും ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു സംശയമായിരിക്കും, എന്നാലും ചോദിക്കാൻ മടിയായതുകൊണ്ട് ചോദിക്കാത്തവര് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഒരു ചെറിയൊരു ധാരണ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഇത് കോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്നെങ്കിലും തീരുമാനിക്കും. എക്സാക്ട് പറയണമെന്നില്ല ലിജി, സുമാർ എത്ര വരും എന്നുള്ളത് മെൻഷൻ ചെയ്താൽ മതി. അല്ല, ഇന്നിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഒരു US-ലുള്ള സെന്ററിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് അതിലൊരു 7,000 അല്ലെങ്കിൽ 7,000 അല്ലേ മാം പറഞ്ഞേ, ഒരു 7,000 ട്രെയിനിങ്ങിന് മാത്രം വരുന്നുണ്ട്. ദെൻ നമ്മുടെ
ആപ്ലിക്കേഷൻ ഫീസിനാണ് പിന്നെ വരുന്നത്. അത് ബോർഡിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസും എക്സാം ഫീസും കൂടി വരുന്നത് ബോർഡിന് കൊടുക്കുന്ന ഒരു എമൗണ്ടും പ്ലസ് നമ്മുടെ സൂപ്പർവൈസർ. ഇപ്പൊ നമ്മള് ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 2000 അല്ലെങ്കിൽ ഒരു 5000 10,000 സൂപ്പർവിഷൻ തരുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് 2000 തരുന്ന ആളെ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2000 ചൂസ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20,000 നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇല്ല നിങ്ങൾ പുറത്തുനിന്നാണ് നിങ്ങളൊരു കോഴ്സ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം US പുറത്തുനിന്ന് തന്നെയാണ്, അങ്ങനെയല്ല ഇപ്പൊ UAE അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലോ ഉള്ള വേറെ സെന്റേഴ്സിനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 40 to 50 അല്ലെങ്കിൽ ഒരു 60,000 ട്രെയിനിങ്ങിന് മാത്രം അവർ പേയ്മെന്റ് വാങ്ങിക്കും. ദെൻ നിങ്ങൾ സൂപ്പർവൈഷൻസിന് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എഗെയിൻ ഒരു 30,000 ഒക്കെ മേടിക്കും. സോ ഒരു 80,000. ദെൻ നിങ്ങളുടെ എക്സാം ഫീസ് വരുമ്പോൾ ഒരു 90. സോ 90 നിങ്ങൾക്ക് മാക്സിമം ഈ കോഴ്സ് എൻട്രി ലെവൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എങ്കിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റ് ആയിട്ട്, ഇവൻ നമുക്ക് പ്രാർത്ഥിയില്ലാത്ത ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഒരു അക്രഡിഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാലറി ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആഡ് ഓൺ കോഴ്സസ് വേണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സാലറി ഹൈക്കും കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ദ സെന്റേഴ്സ്. പ്ലസ് അബ്രോഡിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ആരും അബ്രോഡ് എടുക്കില്ല മീൻസ് അവർക്ക് ആ കൺട്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അവർക്ക് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അവർ അതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളുടെ എത്ര എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സ്ട്രീമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സും കൂടി വെക്കുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു 40,000 50,000 പേ ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു അബ്രോഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തായാലും സാലറി കൂടുതൽ തന്നെ ആയിരിക്കും കിട്ടുക. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ്സിന് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഒരു എമൗണ്ട് ഭയങ്കര കൂടുതലാണെന്ന് തോന്നല് വേണ്ട. കാരണം നമുക്ക് ജോയിൻ ഇപ്പൊ അബ്രോഡ് നോക്കിയാണെങ്കിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഈവൻ US സെന്റർ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 20 നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് പോവാം. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സൂപ്പർവൈസറേയും അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന എമൗണ്ടും അനുസരിച്ചിരിക്കും. വേറെന്തെങ്കിലും സംശയം? ഇതിലിപ്പോ ഒരുപാട് പേര് നമ്മൾ ഇത് കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് പേര് കൈപൊക്കിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവർക്കും എല്ലാ സംശയങ്ങളും ക്ലിയർ ആയോ? I guess that's it. എനിക്ക് തോന്നുന്നു കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ഗെറ്റ് ബാക്ക് ടു us. നമ്മൾ അവൈലബിൾ ആവും. And anything that you want to... ഓരോ സ്റ്റെപ്പിലും പോകുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഡൗട്ട്സ് വരിക. കാരണം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, അത് ചെയ്ത ഒരാളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയുന്ന ഒരാളുണ്ടെങ്കിലോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ നമ്മൾ ചിലപ്പോൾ സൂപ്പർവൈസറെ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷെ അത് നമുക്ക് എങ്ങനെയാണ് അപ്രോച്ചബിൾ ആണോ അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റേഴ്സ് നമുക്ക് എവിടെയാണുള്ളത്, അപ്പം ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ചെയ്തവരുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? എന്തെങ്കിലും അത്തരം ഓപ്പറേഷണൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ you can contact us. Jimson might have contacted you through it. നമ്മൾ ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. ഗ്രൂപ്പ് പിരിച്ചുവിടുന്നില്ല. അപ്പം ടെക്നിക്കൽ ഡൗട്ട് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ചോദിക്കാം. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാനും ചോദിക്കാനും അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുകയും ചെയ്യുമല്ലോ. അതങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാനൊരു ഫോം അയച്ചു തരാം. ഞാൻ നെക്സ്റ്റ് വീക്കോട് കൂടി അത് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിലേക്ക് തന്നെ അത് സെൻഡ് ചെയ്ത് തരാം. അതിന് ഒത്തിരി സമയം വേണം. ഞാൻ കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ്. ഞാനൊരു ഫോമും ഫീഡ്ബാക്ക് ഫോമിനും സർട്ടിഫിക്കറ്റ് ഫോമും കൊണ്ട് ഒരൊറ്റ ഫോം ഞാൻ അയക്കാം. അതിനകത്ത് നെയിം എഴുതുമ്പോൾ ബ്ലോക്ക് ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേര്, ഒഫീഷ്യൽ നെയിം എന്താണോ കൃത്യമായിട്ട് അത് എഴുതിയിട്ട് നിങ്ങളതൊന്ന് ഫില്ല് ചെയ്ത് തന്നാൽ വലിയ ഉപകാരം ആയിരിക്കും. Okay, then I guess that's a wrap. Thank you so much for your time. Patiently ഇത്രയും നേരം കേട്ട 23 ആൾക്കാരോട് നന്ദി. And please to reach out to us, and we'll be there to help you out. And that's it. Have a great day. Bye.